നമ്മുടെ കല്ലേരി പോയതിന് ശേഷം ഇവിടെ ഒരു കടല കച്ചവടത്തിന്റെ സൗണ്ട് കേട്ടപ്പോ ഒന്ന് വന്ന് നോക്കിയതാ. കാരണം ഇവിടെ നമ്മളെ നാട്ടിലെ സമയം 12 മണിക്കാണ്. ആ നേരത്തെ ഇപ്പൊ ആരാ ഒരു കടല കച്ചവടം നടത്തുന്നത് ഇങ്ങനെ വന്നു നോക്കിയതാ. അപ്പൊ AT കരീമാണ്. ഏതായാലും AT കരീമിന് സംഗതി വല്ലാതെ കൊണ്ടു. കാരണം ഈ പറഞ്ഞ റഷീദ് കല്ലേരി എന്ന് പറഞ്ഞ ഒരു നാടൻ മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ കിതാബ് ഓതി പഠിച്ച വലിയ പണ്ഡിതനൊന്നുമല്ല. അപ്പോ നല്ലൊരു ചോദ്യം റഷീദ് കല്ലേരി തിരിച്ചു ചോദിച്ചു. മനസ്സിലായില്ലേ? പിന്നെ നല്ലൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു. അപ്പോ എന്താ മറുപടി കണ്ടോ? ഇസ്ലാഹി ചോദിക്കണം, ഇനി ഇരുന്നിട്ട് എന്താ കാര്യം എന്ന്. അത് ശരിയാ, ഇനി കടല കച്ചവടം അങ്ങനെ നടക്കൂല ഇസ്ലാഹി കേട്ടോ. ആരുമില്ലാത്ത നേരം നോക്കിയിട്ട് നിങ്ങള് വല്ല കച്ചവടം നടന്നാൽ നടക്കട്ടെ എന്ന് വെച്ച് വന്നല്ലേ. അങ്ങനെ ആരും ഇവിടെ ഇല്ലാതിരിക്കൂലല്ലോ, ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇനി കച്ചവടം അങ്ങനെ നടക്കൂല. ഇപ്പോ AT കരീം ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. എന്താ അറിയോ? AT കരീമൊക്കെ ആയത്ത് ചോദിക്കണത് കണ്ടാലേ, അല്ല ഇത് സാധാരണക്കാരാണല്ലോ ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കണത് അധിക ആളുകളും. ഈ സാധാരണക്കാരിലേക്ക് AT കരീം വിട്ടൊരു ചോദ്യം എന്തായിരുന്നു ചോദ്യം? ഇപ്പോ മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു തആല കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കും എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല, അതിൽ ചെറിയൊരു പെശകുണ്ട്. കൊടുത്ത കഴിവ് എന്ന ഒന്ന് ഇല്ല എന്നാണ് ഞങ്ങളെ വിശ്വാസം. പിന്നെന്താ? കൊടുക്കുന്ന കഴിവ്, അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയ മാതിരി ഈ വണ്ടിക്ക് രാവിലെ ഡീസലും പെട്രോളൊക്കെ അടിച്ചെക്കണ മാതിരി അങ്ങനെ ഉണ്ടല്ലോ. ഈ ബസ് രാവിലെ ഷെഡിൽ നിന്നെടുത്ത് ഓടാൻ നേരത്ത് അന്ന് വൈകുന്നേരം വരെ ഓടാനുള്ള ഡീസലോട് അടിച്ചെക്കും. എന്ന് പറഞ്ഞാല് അല്ലാഹു തആല ഒരു മനുഷ്യനെ അങ്ങോട്ട് ജനിപ്പിച്ചപ്പോ ഓന് മരിക്കോളുള്ള കഴിവുണ്ട് ഡീസൽ അടിക്കണവരെ അടിച്ചിക്കല്ല. അത് അതത് സമയത്ത് അല്ലാഹു തആല കൊടുക്കുകയാണ്. അപ്പൊ കൊടുത്ത കഴിവല്ല, കൊടുക്കുന്ന കഴിവ്. മനസ്സിലായോ? അതാണ് ഞാൻ മാറ്റണ്ട. അല്ല, മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഞാനത് പിന്നെ അടിവരട്ട് പറഞ്ഞത്. ഏതായാലും അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ് മഹാന്മാര് സഹായിക്കുന്നത്, ഒരു തർക്കമില്ല. മഹാന്മാര് എന്ന് മാത്രല്ല, സാധാരണക്കാരായ നമ്മൾ പല സഹായങ്ങളും പലർക്കും ചെയ്യാറുണ്ട്. അതെങ്ങനെ സഹായിക്കുന്നത്? അള്ളാഹു തരുന്ന കഴിവുകൊണ്ടാണ്. എല്ലാം അള്ളാഹു തരുന്ന കഴിവാണ്. മഹാന്മാർക്ക് അള്ളാഹു കഴിവ് കൊടുക്കുന്നു, സാധാരണക്കാർക്കും അള്ളാഹു കഴിവ് കൊടുക്കുന്നു. അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ് ആരും ആരെയും സഹായിക്കുന്നത്. ഇതിൽ യാതൊരു തർക്കമില്ല. അപ്പോ AT കരീമിന്റെ ചോദ്യം എന്താ അറിയോ? ഈ മഹാന്മാർക്ക് അള്ളാഹു തആല അപ്പം മരിച്ചുപോയ മഹാന്മാർക്ക് അള്ളാഹ് അപ്പം കഴിവ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് ഖുർആനിൽ എന്നാണ്. മനസ്സിലായോ? പിന്നെ മനസ്സിലായോ? ഇത് മഹാന്മാരെ മരിച്ചുപോയ മഹാന്മാർക്ക് അള്ളാഹ് കഴിവ് കൊടുക്കുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അതിന് ഖുർആനിൽ എന്ത് തെളിവാണുള്ളത്? ഇത് കേൾക്കുമ്പോ സാധാരണക്കാര് ചിലപ്പോ ഒന്ന് ചിന്തിച്ചേക്കുന്നത്, അത് എന്നാ ഖുർആനിൽ ഉണ്ടാവുമല്ലോ. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ ബാബു കോടഞ്ചേരി പറഞ്ഞ കിതാബല്ല കേട്ടോ. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്തല്ല, പിന്നെ ബാബു കോടഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള എന്തല്ല കിതാബല്ല. അതൊന്നും ആദ്യം മനസ്സിലാക്കുക. അതിനാണ് ചോദിച്ചത്. എന്ത്? അങ്ങനെ ഖുർആനിൽ പറഞ്ഞെങ്കിലേ അത് ചോദിക്കാൻ പറ്റുള്ളൂ എങ്കിൽ. ഏത്? മഹാന്മാരായ ആളുകൾക്ക് അവരുടെ മരണശേഷം അല്ലാഹു തആല കഴിവ് കൊടുക്കുന്നുണ്ട് എന്ന് ഖുർആനിൽ അങ്ങോട്ട് നസ്സായി പറയണം. എന്നാലേ അത് ചോദിക്കണതിന് തെളിവുണ്ടാവുള്ളൂ എന്നാണല്ലോ ഇപ്പൊ ഇസ്ലാഹിയുടെ ചോദ്യത്തിന്റെ ധ്വനി. അങ്ങനെയാണെങ്കിൽ പിന്നെ കല്ലേരി ചോദിച്ചത് കറക്റ്റാണല്ലോ. കാരണം ജീവിച്ചിരിക്കുന്ന ആളുകൾ അള്ളാഹു കൊടുക്കണ കഴിവ് കൊണ്ട് സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോട് സഹായം ചോദിച്ചോളി എന്നുള്ളത് പിന്നെ AT കരീമിന്റെ, ഇസ്ലാഹി അല്ല. അപ്പോ അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ സഹായിക്കുമെന്ന് ഏത് ആയത്തിലാണ് പറയുന്നത്? നല്ലൊരു ചോദ്യം തന്നെ അല്ലത്. അതിനായത്തൊന്നും വേണ്ട. അല്ല, ജീവിച്ചിരിക്കുന്ന ആളുകളോട് സഹായം തേടാൻ ഇപ്പൊ AT കരീം ഉണ്ടല്ലോ. ആ സഹായം തേടുന്നതിന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് സഹായം തേടിക്കോളി, ഓര് നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടല്ലല്ലോ AT കരീം സഹായം തേടുന്നത്, അല്ലേ? എന്നാ പിന്നെ
മരിച്ചവരോട് തേടുന്നതിനും അതുപോലെ മരിച്ചാൽ മാത്രം ഒരു ആയത്ത് വേണമെന്നും ഹയാത്ത് കാലത്ത് ആയത്ത് വേണ്ടെന്നും അത് പിന്ത് ന്യായ. ആയത്ത് ഇങ്ങനെ ചോദിക്കണ കേട്ടാൽ എന്താണ് ആ ചോദ്യമൊക്കെ എന്നാ മനസ്സിലായില്ല? ആയത്ത് ഇങ്ങനെ ചോദിക്കണ കേട്ടാലേ എന്താണ് ആ ചോദ്യമൊക്കെ? അപ്പോ AT കരീമിന് ഹയാത്തുള്ള ആളുകളോട് സഹായം തേടണമെങ്കിൽ ഇനിയിപ്പോ ഒരു ആയത്ത് കിട്ടണം. എന്തായത്ത്? ഹയാത്തുള്ള ആളുകൾ അള്ള കൊടുക്കണ കഴിവ് കൊണ്ട് സഹായിക്കുന്ന അള്ള പറഞ്ഞ ആയത്ത്. അത് കിട്ടിയെങ്കിലല്ലേ ഇനിയിപ്പോ ഹയാത്തുള്ളവരോട് സഹായം തേടാൻ പറ്റുള്ളൂ. ആയത്തില്ലാതെ സഹായം തേടാൻ പറ്റുമോ? ആകെ പ്രശ്നമാവൂലേ AT കരീമെ? അതാണ് ഇപ്പൊ റഷീദ് കല്ലേല് ചോദിച്ചത്. നല്ലൊരു ചോദ്യമാണത്. പക്ഷെ ഈ ചോദ്യത്തിന്റെ പൊരുളെന്താണ് എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ പിന്നെ അതിന് ഒരു ഷർത്തുണ്ട്. മനസ്സിലാകാൻ ഒരു ഷർത്തുണ്ട്. അതായത് ഈ തല പണയം വെക്കരുത്. അതതിൻ്റെ ഒരു ഷർത്താ. ഇത് തല എന്താക്കരുത്, എവിടെയും കൊണ്ടുപോയി പണയം വെക്കരുത്. നേരാവണ്ണം ചിന്തിക്കാനുള്ള ഒരു സ്വതന്ത്ര ബുദ്ധി ഉണ്ടാകണം. മനസ്സിലായോ? അപ്പൊ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്താണ്? ഇനി AT കരീം ഒന്ന് സ്വന്തമായിട്ട് ഇരുന്നിട്ട് ഒറ്റക്കൊന്ന് ആലോചിച്ചത് മനസ്സിലാവുമല്ലോ. ഒന്ന് സ്വന്തമായിട്ട് ഇരുന്ന് ഒറ്റക്ക് ആലോചിക്കുക. എന്താ ഇപ്പൊ ഈ പറഞ്ഞത്? മരിച്ചവരോട് സഹായം തേടണമെങ്കിൽ മരിച്ചവർക്ക് അള്ള സഹായിക്കാൻ കഴിവ് കൊടുക്കും എന്ന ആയത്ത് വേണം എന്നാണ് AT കരീം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിപ്പുള്ളവരോട് സഹായം തേടാനും ജീവിച്ചിരിപ്പുള്ളവർക്ക് അള്ള കഴിവ് കൊടുക്കും എന്ന് പറയുന്ന ആയത്ത് ഇപ്പുറത്തും വേണ്ടേ? മരിച്ചാൽ മാത്രം ഒരായത്ത്, ഹയാത്തിലായത്ത് വേണ്ട, മരിച്ചാൽ ആയത്തുണ്ട്. അത് അത്രേ നമ്മൾ പറഞ്ഞുള്ളൂ. ആയത്തില്ലാത്തതുകൊണ്ട് മരിച്ചവരോട് സഹായം തേടാൻ പറ്റില്ല. ഇത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സഹായിക്കാനുള്ള കഴിവ് അള്ള മരിച്ചവർക്ക് കൊടുക്കും എന്ന ആയത്തില്ലാത്തത് കൊണ്ട് മരിച്ചവരോട് സഹായം തേടാൻ പറ്റൂല എന്നാണ് AT കരീമും കൂട്ടരും വാദിക്കുന്നതെങ്കിൽ, ജീവിച്ചിരിപ്പുള്ളവർക്ക് സഹായിക്കാൻ കഴിവ് അള്ള കൊടുക്കും എന്ന് പറയുന്ന ആയത്തില്ലാത്തത് കൊണ്ട് ഓരോട് ചോദിക്കാൻ പറ്റൂല എന്ന് വരണ്ടേ? അത് വരണ്ടേ? അതാണ് തന്നെ ന്യായം. പിന്നെ നിങ്ങൾ കുന്തം കൗത്തിടരുത് കേട്ടാ. അങ്ങോട്ടും കിടക്കണം ഇങ്ങോട്ടും കിടക്കണം എന്നാ സാധാരണ പറയല്. അപ്പോ ആ രീതിയിൽ ആയത്ത് ചോദിക്കുകയാണെങ്കിൽ രണ്ടിലും വേണം ആയത്ത്. മനസ്സിലായോ? പിന്നെന്താ, വഹാബികളൊക്കെ തെളിവ് വഹിക്കുന്ന ചോദ്യം കേട്ട അങ്ങനെയുള്ളൂ. അങ്ങനെ ചോദിക്കുക, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചോദിച്ചിരുന്നോ? അതൊരു ചോദ്യ. മരിച്ചവരോട് സഹായം ചോദിക്കണതിൽ പറ്റുമോ പറ്റൂല എന്നാ ചർച്ച. അപ്പൊ എന്താ ചോദിക്കുക? അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചോദിച്ചിരുന്നോ? അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചാലേ ഏതൊരു കാര്യം ചോദിക്കാൻ പാടുള്ളൂ എന്ന് റസൂലുണ്ടോ? അങ്ങനെ ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഫീല് ഒരു സുന്നത്തായ കാര്യത്തിന് തെളിവായിട്ട് ചോദിക്കുക. എന്നാൽ തന്നെ ചെയ്തിരുന്നോന്ന് ചോദിക്കാൻ പറ്റൂല. കാരണം സുന്നത്താകണമെങ്കിൽ ചെയ്യണം എന്നില്ല. മനസ്സിലായോ? അപ്പൊ ചെയ്തിരുന്നോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥമൊന്നുമില്ല. പ്രമാണം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്ത് മതി? ഇജ്മാഅോ ഖിയാസോ ഖുർആനോ സുന്നത്തോ. ഖുർആനോ സുന്നത്തോ ഇജ്മാഅോ ഖിയാസോ, നാലാൽ ഒരു പ്രമാണം ഉണ്ടായാൽ എന്തായി? ആ കാര്യം ദീനിൽ പ്രമാണമുള്ള വിഷയമായി അംഗീകരിക്കപ്പെടും. അങ്ങനെയാണ് ദീനിന്റെ പ്രമാണം നോക്കല്. ഇപ്പൊ സാധാരണ ഈ വഹാബികളൊക്കെ സാധാരണ എല്ലാ കാര്യത്തിലും പ്രമാണം പറയുന്നത് എങ്ങനെ? അള്ളാഹുവിന്റെ റസൂല് ചെയ്തിക്കണോന്നാ. ഇപ്പൊ പിന്നെ വല്ലാതെ അങ്ങനെ ചോദിക്കല് കേക്കലില്ല. കാരണം കുടുങ്ങിക്കണ പോലും കേട്ടോ. ഒരു പാക കുടുങ്ങിന്. അതെന്താ? എന്തൊക്കെ ചോദ്യം തിരിച്ച് അങ്ങോട്ട് വന്ന്. അപ്പൊ ആകെ വിഷമായിപ്പോയി. ആകെ വിഷമായിപ്പോയി. ജവാബ് പറയാൻ കിട്ടണില്ല. ആകെ കുടുങ്ങി. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂല് ചെയ്തണോന്ന് ഓരോടും ആണ് തിരിച്ചു വയ്ക്കാൻ തുടങ്ങി പല സംഗതിക്കും. അപ്പൊ ഒരു ഭാഗത്ത് ഇവര് സുന്നികള് ചെയ്യണ ഉദാഹരണം അള്ളാഹു റസൂൽ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ വഹാബികൾ ചെയ്യും. അപ്പൊ പണ്ടൊക്കെ ഇത് ഈ സാധാരണക്കാരായ ആളുകളെ പിടിച്ചിട്ട് ഇത് ചോദിക്കാനും പറയാനൊന്നും കൂടുതൽ ചിന്തിക്കാത്ത ആളുകളോട് പിന്നെ ഇങ്ങനെ വസ്വാസാക്കിയിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതൊന്നും അങ്ങനെ നടക്കലില്ല. കാരണം ഇപ്പൊ വിവരങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സ്പ്രെഡാണ് കാലാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ രീതിയും കാര്യങ്ങളൊക്കെ നമ്മുടെ പൊതുപ്രവർത്തകർ തന്നെ മനസ്സിലാക്കി. അല്ലേ? ഇപ്പൊ വഹാബിന്റെ പള്ളിക്ക് മിനാരുണ്ട്. അള്ളാഹുവിന്റെ റസൂല് മിനാരം കിട്ടിയെന്നോ? ആ
ടി കരീമിന് മൈക്ക് വേണമെങ്കിൽ കൈ നോക്കിയാൽ മതി കേട്ടോ. നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോ ഞമ്മക്കൊരു സംശയം, കൈ ധരിച്ചോന്ന്. മൈക്ക് വരും, നിങ്ങൾ കൈ നോക്കിയാൽ മതി. നിങ്ങളവിടെ ഉണ്ടോ അല്ലേ, ഹയാത്തുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. അഥവാ മരിക്കേറ്റ ചെയ്തിക്കണമെങ്കിൽ ഇനിയിപ്പോ ഞാനെന്തേലും ചോദിച്ചാൽ ഷിർക്കാകും എന്നുള്ള ബേജാറുണ്ട്. ടി കരീം അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ഷിർക്ക് പേടിക്കണല്ലോ. ഷിർക്ക് നമ്മൾ പേടിക്കണല്ലോ. നിങ്ങളൊരു മിണ്ടാട്ടൊരു അനക്കും കാണില്ല. അപ്പൊ അഥവാ നിങ്ങളെ പിന്നെ ഹയാത്തേറ്റ പൊയ്ക്കണ് നിൽക്കുക, മരിച്ചിക്കണ് നിൽക്കുക, എന്നാ പിന്നെ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് അതിലും വലിയ ഷിർക്കാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എന്ത്, കയ്യൊക്കെ ഒന്ന് പൊക്കിയപ്പോ നമുക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ഹയാത്ത് ഉണ്ട്. ആയിക്കോട്ടെ. ഇപ്പൊ ടി കരീം ആയത്തോതും കേട്ടോ. ടി കരീം ശ്രദ്ധിച്ചോളി. ടി കരീം ഇപ്പൊ ഒരു ആയത്തോതും. എന്തിനായത്തറിയങ്ങള്? ജീവിച്ചിരിപ്പുള്ള ആളുകളോട് നമ്മൾ സാധാരണ സഹായം തേടലുണ്ടല്ലോ. ടി കരീം ഇതാ പല സഹായം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനില് ജീവിച്ചിരിപ്പുള്ളവർക്ക് ഞാൻ അങ്ങനെ സഹായം ചെയ്യാനുള്ള കഴിവ് കൊടുക്കാറുണ്ട് എന്ന് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഏത് ആയത്തിലാണ് പറഞ്ഞത് എന്ന് ടി കരീം ഇപ്പൊ ആയത്തോതി പറയും. മൈക്ക് കൊടുത്തോളൂ. പൊന്നാര കോട്ടൂർ ഉസ്താദ് കല്ലേരി എത്ര വെല്ലുവിളിക്ക് ചെയ്തത് ഇവിടെ നിങ്ങളെ മുജാഹിദുകൾ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഇവിടെ കോട്ടൂർ ഉസ്താദിനെ ഉറക്കുന്ന വിളിച്ചു ഉണർത്തി കൊണ്ടുവന്ന് ഇപ്പോഴും ആയത്തെ ഇവിടെ ഇതുവരെ കുറെ ബാല് പറഞ്ഞു എന്നല്ലാതെ. ഞാൻ എന്റെ ചോദ്യം ഒറ്റ ഒന്നേ ഉള്ളൂ, മരിച്ചുപോയ മഹാന്മാർക്ക് നിങ്ങൾ ബാധിക്കുന്നു അള്ള കൊടുത്ത കഴിവ് കൊണ്ട് അള്ള കൊടുക്കണം എന്നുള്ളതാണ് കലാമിലല്ല കാണേണ്ടത്. ഉണ്ടെങ്കിൽ ആയത്ത് ഒരു തരം കോട്ടൂർ ഉസ്താദിന്റെ കഴിയിൽ നിന്ന് കഴിയുന്നില്ലല്ലോ. അതെന്താണ് സംഭവം എന്ന് പറഞ്ഞുതരൂ. കാരണം അതെ പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സൽപ്രവർത്തനങ്ങളും ദക്കവീരും നിങ്ങൾ അനുവാനം സഹായിക്കുക, പാപത്തിനും അക്രമത്തിനും നിങ്ങൾ അനുവാനം സഹായിക്കരുത് എന്ന് തുടങ്ങി ഒട്ടനവധി ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇവിടെ ഞാൻ ആദ്യം ചോദിച്ച് ഞാനാണ്, എനിക്കാണ് ആയത്ത് കിട്ടേണ്ടത്. എന്തിനോ ആയത്ത്? മരിച്ചുപോയ മഹാന്മാരെ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കള്, അമ്പിയാക്കള്, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ജീവിച്ചിരിക്കുന്നവർക്ക് സഹായിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അവരോട് ചോദിച്ചോളൂ, അവർ നിങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞ ആയത്തെ എവിടെ ഉസ്താദേ? ആയത്തുണ്ടെങ്കിൽ ഓത്. കാരണം ഇതുവരെ അരമുക്കാൽ മണിക്കൂർ അത് പറഞ്ഞല്ലാതെ ആയത്ത് ഇതുവരെ ഓതി. ടി കരീം ഇപ്പൊ ആയത്തോതി. ഏത് കുലിക്കാനുള്ള ആയത്ത് ചോദിച്ചപ്പോ കുടിക്കാനുള്ള ആയത്ത് മുപ്പര് ഓതിയത്. അതാണ് രസം. ഇത് കുലുക്കി കുടിക്കണല്ലോ മരുന്ന് കുടിക്കുമ്പോ. അപ്പൊ കുലിക്കാനുള്ള ആയത്താ ചോദിച്ച്, മൂപ്പര് ഓതിയതോ കുടിക്കാനുള്ള ആയത്താ. അതെന്തേപ്പത്? മൂപ്പർ അതിന്റെ ഇടയ്ക്ക് ഒരു ആയത്ത് ഓതി, മലയാളത്തിലായിട്ട് ആയത്ത് ഓതിയത്. അത് വേറെ കാര്യം, അത് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മുജാഹിദ് മദ്രസ പഠിച്ചതിൽ അറബി വായിക്കാൻ കിട്ടിയിട്ടാണ്. അതെല്ലാവരും കൊണ്ട് ക്ഷമിച്ചാളേ, എന്നാലും വിഷയം നടക്കട്ടെ. അപ്പൊ മലയാളത്തിൽ മൂപ്പർ ഒരു ആയത്ത് ഓതി. എന്താണ്? നിങ്ങൾ ഗുണകരമായ കാര്യങ്ങളിൽ പരസ്പരം സഹായിക്കണം എന്നല്ല പറഞ്ഞിരിക്കണത്. ചോദ്യം എന്തായിരുന്നു? ടി കരീം ഇതൊക്കെ ആരോടാണ് നിങ്ങൾ നടത്തുന്നത്? ഗുണകരമായ കാര്യങ്ങളിൽ പരസ്പരം സഹായിക്കണം എന്ന് അല്ല പറഞ്ഞിരിക്കണ്. ആയത്ത് നല്ല ആയത്താ. ഒരായത്തിനും കുഴപ്പമില്ല, ഈ ആയത്തിനും കുഴപ്പമുണ്ടാവില്ല. അള്ളാന്റെ കലാമപ്പെട്ടല്ലേ. അതുകൊണ്ട് ആയത്ത് അവിടെ വെച്ചോളി. ഞാൻ ഇതിനു പറ്റിയൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഈ ആയത്ത് ഓതാ. എന്താ അറിയോ? ഈ ആയത്തിന്റെ ചോദ്യം എന്താ അറിയോ? സഹായിക്കണം എന്ന് അല്ല പറഞ്ഞതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്താക്ക? ഈ ആയത്ത് ഓതാ. ചോദ്യം അതല്ലേന്നു. അല്ലാഹു തആല ജീവിച്ചിരിപ്പുള്ളവർക്ക് സഹായിക്കാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവരോട് നിങ്ങൾ സഹായം തേടിക്കോളൂ എന്നതിനായത്തുണ്ടോന്നാ. മറിയണ്ട കേട്ടാ. ശരിക്കും ശ്രദ്ധിച്ചോളി. സഹായിക്കണം എന്ന് പറയുന്ന ആയത്ത്. സഹായിക്കൽ ഒരു കൂട്ടരുടെ സഹായിക്കലാരാ? അല്ല, നമ്മളോട് നിങ്ങൾ നോക്ക്, സദക്ക ചെയ്യണമെന്ന് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടാ അല്ലെ. പരിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലത്ത് സദക്ക ചെയ്യണമെന്നുള്ള കൽപ്പിച്ചിരിക്കണം. ടി കരീം യാചനക്ക് തെളിവായിട്ട് തോതി അങ്ങനെ ഉണ്ടാവും. അതേമാതിരി ഒരു വളരെ കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചോളി. സദക്ക ചെയ്യണം എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കണം. അപ്പൊ സദക്ക ചോദിക്കണേനുള്ള യാചന എന്ന് പറഞ്ഞത്. യാചന ചെയ്യാം എന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ സദക്ക കൊടുക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത് ആയത്ത് ഓതിയ തെളിവാകുമോ? ആവോ ടി കരീമേ? അതേമാതിരിയുള്ള വഴി ഇത് സഹായിക്കണം എന്നല്ല പറഞ്ഞിരിക്കണത്. അതിന് സംശയമില്ല, അതിനാരും തെളിവും ചോദിച്ചിട്ടില്ല. സഹായം തേടണം എന്നല്ല പറഞ്ഞിക്കണോ? അതാ ചോദിച്ചത്. ഇതുപോലെ സദക്ക കൊടുക്കണം എന്നല്ല പറഞ്ഞിരിക്കണം. അതുകൊണ്ട് സദക്ക കൊടുക്കാനുള്ള ആയത്താണ്, അല്ലാതെ എന്തല്ല സദക്ക ചോദിക്കാനുള്ള ആയത്തല്ല, യാചിക്കാനുള്ള ആയത്തല്ല എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പരസ്പരം സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അത് ചോദിച്ചിട്ടില്ല. ചോദിച്ചേതാ? സഹായിക്കാനുള്ള കഴിവ്
ജീവിച്ചിരിപ്പുള്ളവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരോട് സഹായം തേടിക്കോളൂ എന്ന് പറയുന്ന ആയത്തുണ്ടെങ്കിൽ ആ ആയത്ത് നീട്ടി കരീം ഓതിയാട്ടെ മൈക്കെടുത്തോളി. ഞാൻ ആയത്തിൽ ഓതട്ടോ, ഏതായാലും ഇപ്പൊ നിങ്ങള് മറ്റേ ആയത്ത് ഓതിയല്ലോ, ആ ആയത്ത് ഏപ്പ് കൊണ്ടിട്ടില്ല എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ഏപ്പ് കൊള്ളുന്ന ഒരു ആയത്തിന്റെ ഓതി മൈക്കെടുത്തോളി. ഇവിടെ സുബ്ഹാനഹു വതആല സുബ്ഹാനല്ലാഹ്, എന്താ നമ്മൾ കൂട്ടർ സക്കാഫിക്ക് എന്ത് പറ്റി? ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ പരസ്പരം സഹായിക്കണം എന്ന് പറഞ്ഞു, അതുപോലെ മരിച്ചവരോട് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സഹായിക്കണം എന്ന് പറഞ്ഞ ആയത്താണ് ചോദിച്ചത്. രണ്ടും നിങ്ങളെ ഈ എന്താണ് മറ്റേ പള്ളിദർസിൽ നിന്ന് പഠിച്ച ഈ ഇതിന്റെ കുതന്ത്രങ്ങളാണ് നിങ്ങളുടെ ചോദ്യങ്ങളിൽ മുഴുവൻ ഉണ്ടാവുക. അതാണ് ഉത്തരം മുട്ടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തർക്കശാസ്ത്രം പഠിച്ചിട്ട് ആ തർക്കശാസ്ത്രത്തിലൂടെ ഉത്തരം മുട്ടുണ്ടെന്ന് പേട്ടിക്കരിവർ ശരിക്കും മനസ്സിലായി. ഇപ്പൊ മൂപ്പര് ഒരു ഗവേഷണത്തിലാ. എന്ത് നമ്മൾ സംസാരിക്കുമ്പോ മൂപ്പർക്ക് ഉത്തരം മുട്ടാനുള്ള കാരണം പള്ളിദർസാണോ അതോ കോളേജാണോ? ഇപ്പൊ മൂപ്പര് ആ ഗവേഷണത്തിലാ. പൊന്നാര് ചങ്ങാതി, ആ ഗവേഷണം കൊണ്ടൊന്നും കാര്യമില്ല. ഉത്തരം മുട്ടിലുണ്ട് എന്ന് ഉറപ്പായല്ലോ. ആ ഉറപ്പന്നെ ഉണ്ടായാൽ മതി. എന്നാൽ തന്നെ വലിയ സന്തോഷം. കുറെ നിങ്ങൾക്ക് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളെ ബുദ്ധി തെളിയും കേട്ടോ. ഉത്തരം മുട്ടിലുണ്ട്, ശരിക്കും മുട്ടും. കാരണം എന്താ നിങ്ങള് ചോദിക്കണേനല്ല നിങ്ങൾ ഈ മറുപടി പറഞ്ഞത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ഞാൻ ചോദിച്ചതിനല്ല നിങ്ങൾ മറുപടി പറഞ്ഞു. ഞാൻ ചോദിച്ചെന്താ, നിങ്ങൾ ചോദിച്ചതിന്റെ അതേ മറുവശ ഞാൻ ചോദിച്ചത്. റഷീദ് കല്ലേരി ഇവിടെ തുടങ്ങിയിട്ട ചോദ്യം ഉണ്ടല്ലോ, അത് ഞാൻ പിന്നെ ആവർത്തിച്ച് ചോദിച്ചല്ലോ. ആ ചോദ്യം എന്താണ്? നിങ്ങൾ ചോദിച്ചതിന്റെ നേരെ മറുവശം, ഒരു മാറ്റമില്ല. മനസ്സിലായോ? എന്തേ നിങ്ങൾ ചോദിച്ചത്? ഇപ്പൊ എ ടി കരീം ചോദ്യമല്ല മാറ്റി. അതെ, സക്കി ഉസ്താദ് പറഞ്ഞാല് എ ടി കരീം ഇപ്പൊ ചോദ്യമല്ല മാറ്റിയാണ്. ഇതുവരെ ചോദിച്ചതാണോ? അല്ല. ഇതുവരെ നിങ്ങൾ ചോദിച്ചാൽ എന്താ? മരിച്ചവർക്ക് നിങ്ങളെ സഹായിക്കാൻ ഞാൻ കഴിവ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരോട് ചോദിച്ചോളൂ എന്ന് അള്ളാഹ് പറഞ്ഞ ആയത്തുണ്ടോന്നാ. മനസ്സിലായോ? അതാണ് എ ടി കരീം ഇതുവരെ ചോദിച്ചിരുന്നത്. ആ ആയത്തുണ്ടെങ്കിലേ മരിച്ചവരോട് സഹായം തേടാൻ പാടുള്ളൂ എന്നാണ് ഇപ്പൊ എ ടി കരീം പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിപ്പുള്ളവർക്ക് നിങ്ങളെ സഹായിക്കാൻ ഞാൻ കഴിവ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരോട് ചോദിച്ചോളൂ എന്ന് അള്ളാഹ് പറയണ ആയത്തുണ്ടോന്നാ നമ്മളെ തിരിച്ചുള്ള ചോദ്യം. കഴിവ് കൊടുക്കുമെന്നതിന് തെളിവുണ്ടോൻ? മരിച്ചവർക്കായാലും ശരി, ജീവിച്ചിരിപ്പുള്ളവർക്കായാലും ശരി. എ ടി കരീം ചോദിച്ച മരിച്ചവരെ പറ്റിയാ. നമ്മൾ പറഞ്ഞത് മരിക്കണേന്റെ മുമ്പുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ, ഹയാത്ത്. ആ ഹയാത്ത് കാലത്ത് ഇപ്പൊ എ ടി കരീം ഒരു വിഷമമില്ലാതെ സഹായം തേടുന്നുണ്ടല്ലോ, അതിന് തെളിവുണ്ടോന്നാ ചോദിക്കണത്. എന്താ തെളിവ്? ജീവിച്ചിരിപ്പുള്ളവരോട് നിങ്ങൾ സഹായം തേടിക്കോളൂ, ഞാൻ അതിന് കഴിവ് കൊടുത്തിക്കണെന്ന് അള്ളാഹ് പറഞ്ഞിക്കണോൻ ഉണ്ടോ? കഴിവ് കൊടുത്തിക്കണെന്ന് അള്ളാഹ് പറഞ്ഞിക്കണോ? അതിനുള്ള തെളിവുണ്ടെങ്കിൽ ഓത്, അത് ഓത്. അല്ലാതെ മെല്ലെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അതിന് തെളിവുണ്ടെങ്കിൽ ഓത്. അതിനാണിപ്പം മൈക്ക് തരുന്നത്. ഒന്നുകൂടി ഓതിക്കോളൂ, ഒരവസരം കൂടി തരും, മൈക്ക് എടുത്തോളി. പൊന്നാര ഉസ്താദ്, അള്ളാഹു സുബ്ഹാനഹു വതആല കഴിവ് കൊടുത്തത് കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങൾ പരസ്പരം സഹായിക്കണം. അതുപോലെ മരിച്ചവർക്ക് എന്ത് കൽപ്പന കൊടുത്തിട്ടുണ്ട്? അതാണ് എന്റെ ചോദ്യം. മരിച്ചവരോട് എന്ത് കൽപ്പന? നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സഹായിക്കണം. അത് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. മരിച്ചുപോയവർക്ക് ഒരുപാട് ആളുകൾ നിങ്ങൾ വിളിച്ച് സഹായം ചോദിക്കും, അപ്പോൾ നിങ്ങൾ അവരെ സഹായിക്കണം, പരസ്പരം സഹായിക്കണം എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ? മരണപ്പെട്ടു പോയ ആളോട് എന്റെ ചോദ്യം ഇതുവരെ ഒരു ആയത്തിന് തുണ്ട് പോലും ഓതാൻ കഴിഞ്ഞിട്ടില്ല കൊട്ട സക്കാഫിക്ക്. എവിടെ മരിച്ചുപോയ ആളുകളെ നിങ്ങൾ ജീവിച്ചിരിക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞ ആയത്ത് ഓതിയാൽ വീണ്ടും ഞാൻ ആയത്ത് ഓതും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് തന്നെ പറഞ്ഞേ തിരക്കടില്ല. ആയത്ത് ഓതിയ വീണ്ടും ഞാൻ ഓതുന്നു. അത് നമുക്ക് ഹിഫ്ള് മത്സരത്തിലാക്കാം കേട്ടോ. നിങ്ങളൊരു ആയത്ത് ഓതിയ ഞാൻ അതിന്റെ അപ്പുറത്ത് വേറെ ആയത്ത് ഓതുന്നു. അപ്പണി എവിടെ അറിയോ? ഹിഫ്ള് മത്സരമൊക്കെ നടക്കുമ്പോൾ അങ്ങനെയാണ്. ഒരാളൊരു ആയത്ത് ഓതിയ അപ്പുറത്ത് വേറെ ആയത്ത് മറ്റേ ആൾ ഓതും. ഇത് നമ്മളെ ഹിഫ്ള് മത്സരമല്ലല്ലോ ടി കരീമേ. ഓതുന്ന ആയത്ത് വിഷയമായിട്ട് ബന്ധം വേണ്ടേ? ഞാൻ ചോദിച്ച എന്താ? അല്ലാഹു തആല ജീവിച്ചിരിപ്പുള്ളവർക്ക് സഹായിക്കാൻ ഞാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരോട് സഹായം തേടാൻ കൽപ്പിച്ച ആയത്ത് എവിടെ? സഹായിക്കാൻ കൽപ്പിച്ചല്ല. സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? എ ടി കരീമിന്റെ മാത്രം സുക്കടാണോ അതോ ഞാൻ പറഞ്ഞത് എന്റെ ഭാഷ മനസ്സിലാക്കിയിട്ടാണോ തിരിയണ്ടേ? സഹായിക്കാനുള്ള കൽപ്പന എവിടെ എന്നല്ല ചോദ്യം.
സഹായം തേടാനുള്ള കൽപ്പന എവിടെ എന്നാ ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലുണ്ടോ? ടി കരീം മോദി എന്താ താവനു വലൽ ബിർരി വത്തഖ്വ വതആവനു വലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയുടെ മേലും തഖ്വന്റെ മേലും നിങ്ങൾ പരസ്പരം സഹായിച്ചോളൂ എന്നുള്ള ആയത്താ. ആ ആയത്തിൽ സഹായിക്കാൻ കൽപ്പനല്ലേ ഉള്ളത് അല്ലേ? ആ ആയത്തിലുള്ള എന്താ ഉള്ളത്? സഹായിക്കാനുള്ള കൽപ്പന. ചോദിച്ചത് എന്താ? സഹായം തേടാനുള്ള കൽപ്പന. അതുണ്ട് ടി കരീമേ? ചോദിച്ചേനില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഓതാന്നുള്ളതാ. ഇത് തിരക്കടില്ലല്ലോ. ഇത് നിങ്ങൾ ഈ മെഡിക്കൽ ഷോപ്പിലെ പണിയെടുത്തില്ല. നിങ്ങൾ മെഡിക്കൽ ഷോപ്പിലേക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പുകളില്ല കേട്ടോ, ചില മെഡിക്കൽ ഷോപ്പിലേക്ക് ഒരു പണിയുണ്ട്. അതെന്താ? ഈ ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് ചെന്നാല് അവിടെ ആ ഗുളിക അല്ലെങ്കിൽ പിന്നെ വേറൊന്ന് കമ്പനി മാറ്റി തരും. ചോദിച്ചതില്ലെങ്കിൽ വേറെ എടുത്തു തരാ. അപ്പ നിങ്ങൾ എടുക്കരുത് കേട്ടാ. ചോദിച്ചതിന് ജവാബുണ്ടെങ്കിൽ അത് പറയാ, അല്ലെങ്കിൽ അത് ഇല്ല എന്ന് പറയാ. കമ്പനി നിങ്ങൾ മെല്ലെ മാറ്റണ്ട. ചോദിച്ചത് എന്താ? സഹായം തേടാനുള്ള തെളിവാ ചോദിച്ചത്, സഹായിക്കാൻ ഉള്ള കൽപ്പന അല്ല. സഹായിക്കാൻ അല്ലാഹു തആല കൽപ്പിക്കണതുണ്ട്, അത് ശരി തന്നെ. അതല്ല ചോദിക്കണത്. സഹായം തേടാൻ അല്ലാഹു കൽപ്പിച്ച ആയത്തെവിടെ? അതുണ്ടെങ്കിൽ ടി കരീം ഒന്ന് ഓത് കേൾക്കട്ടെ ഞങ്ങളൊന്ന്. ഇവിടെ ചർച്ച തുടങ്ങിയത് അവിടുന്നാണല്ലോ. മരിച്ചവരോട് സഹായം തേടാൻ അള്ളാഹ് കൽപ്പിക്കണ ആയത്താ ടി കരീം ചോദിച്ചത് തുടക്കത്തില്. മറക്കണ്ട കേട്ടോ. ചിലപ്പോ നിങ്ങൾക്ക് മറവി രോഗം കൂടുതലുണ്ട് നമുക്കറിയാം. പക്ഷെ വേണ്ട, ഇവിടെ വേണ്ട. നിങ്ങൾ മറന്നാ അപ്പൊ ഞങ്ങൾ ഓർമ്മിപ്പിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിച്ചത് അതാണ്. ഏത്? മരിച്ചവരോട് മരിച്ചവർക്ക് ഞാൻ സഹായിക്കാൻ കഴിവെടുത്തിന്, അതുകൊണ്ട് നിങ്ങൾ അവരോട് സഹായം തേടിക്കോളൂ എന്ന് പറയുന്ന ആയത്ത്. അപ്പൊ ആയത്തിൽ എന്താ വേണ്ടത്? സഹായം തേടാൻ പറയുന്ന ആയത്ത്. അതുണ്ടോ നിങ്ങളെ ചോദ്യം. അതിന്റെ മറുപടിയിലാണ് തിരിച്ചു ചോദിച്ചത്, ജീവിച്ചിരിപ്പുള്ളവരോട് സഹായം തേടാൻ കൽപ്പിക്കുന്ന ആയത്തുണ്ടോ? സഹായം തേടാൻ കൽപ്പിക്കുന്ന ആയത്തുണ്ടെങ്കിൽ അതൊന്നും ഓത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആയത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നെങ്കിലും പറയാം. അല്ലാതെ നിങ്ങളും എല്ലാ ആയത്ത് മാറ്റി ഓതിയിട്ട് കാര്യമില്ല കേട്ടോ. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ കോട്ടൂർ സഖാഫി ഉസ്താദിന് ഇതുവരെ ആയത്ത് കിട്ടിയ പരിശുദ്ധ ഖുർആനിൽ നിന്ന് എന്ന് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും മനസ്സിലായില്ലേ? ഇനി ചോദ്യം നീട്ടിക്കൊണ്ട് പോകുന്നില്ല, അർത്ഥമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം സഹായിക്കാൻ കൽപ്പിച്ചു കഴിഞ്ഞു. കാരണം അതുകൊണ്ട് സഹായിക്കാനുള്ള കഴിവ് കൊടുത്തത് കൊണ്ടാണ് സഹായിക്കാനുള്ള കൽപ്പന ഉണ്ടത്. അല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാനുള്ള കഴിവ് കൊടുക്കാതെ നിങ്ങൾ സഹായിക്കുമെന്ന് പറയോ? അപ്പൊ സഹായിക്കാൻ മനുഷ്യന് കഴിയോ? പരസ്പരം സഹായിക്കാൻ കഴിയും? അല്ലാഹു കഴിവ് നൽകിയിട്ടില്ലെങ്കിൽ ഇവിടെ നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അടങ്ങിയിരിക്കുന്നു. നൽകിയത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പരസ്പരം സഹായിക്കൂ. അതുപോലെ തന്നെ എവിടെ ഉസ്താദ് മരണപ്പെട്ടു പോയ മഹാന്മാർക്ക് നിങ്ങൾ സഹായിക്കാനുള്ള കഴിവ് നൽകിയിട്ടുള്ള ആയത്തെ എവിടെ ഉസ്താദെ? അത് ഇല്ലാത്തത് കൊണ്ട് ഇനി ചോദ്യം തുടരുന്ന അർത്ഥമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ അരമണിക്കൂറിനുള്ളിൽ വരും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നീ പോകല്ലേ, അരമണിക്കൂറിനുള്ളിൽ അങ്ങനെ വരണം. എല്ലാം വന്ന് നോക്കിയിട്ട് കയറി എന്നാ മതി കേട്ടോ. കെട്ടിക്കരീവേ അരമണിക്കൂറിനുള്ളിലേ അങ്ങനെ പെട്ടെന്നുണ്ട് പോരണ്ട. ആദ്യം വേറെ ഏതെങ്കിലും ഒരു കുപ്പായൊക്കെ ഇട്ട് വരിക, എന്നിട്ട് മെല്ലെ നോക്കുക ഇവിടെ ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോന്ന്. എന്നാൽ ആരും ഇല്ലാന്ന് കണ്ട അപ്പൊ ടി കരീമിന്റെ ഒറിജിനൽ കുപ്പായ ഇട്ടിട്ടുണ്ട് കയറി വരിക, ഇല്ലെങ്കിൽ അവിടെ മെല്ലെ ഇരിക്കുക കേട്ടോ. ഇതൊക്കെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ ബസറേക്ക് കാരൊക്കെ ഏറ്റുന്ന മാതിരിയാണ്. എനിക്ക് അറിയിട്ടല്ല ടി കരീമ ചോദിക്കട്ടെ, ഇതൊക്കെ ഇപ്പൊ നിങ്ങള് നമുക്ക് പറഞ്ഞു തരാണോ? നമ്മളതിന്റെ മുത്തല്ലേതാ മൂപ്പരിപ്പം ഇങ്ങനെ ചോദിക്കട് കേട്ടോ. അപ്പൊ ഞമ്മക്കറിയാം നിങ്ങളെ പരിപാടിയൊക്കെ. ഏതായാലും ആയത്തോതാ നിങ്ങളെ കൊണ്ടില്ല കേട്ടോ. മുജാഹിദും ജമാഅത്തും എല്ലാ പുത്തൻവാദികളും പഠിച്ചോളി. പരിശുദ്ധ ദീനില് ഒരു വിഷയത്തിന്റെ പ്രമാണം ചോദിക്കുമ്പോ അത് ചോദിക്കണേനുണ്ട് ഒരു രീതി. നമ്മളെ സാധാരണ പ്രവർത്തകരും അതുപോലെ ഈ ചർച്ച ശ്രദ്ധിക്കുന്ന നല്ല മനസ്സുള്ള ആളുകളും ശ്രദ്ധിക്കാനാണ് ഞാൻ പറയണത്. ഏത്? മുജാഹിദുകളും ജമാഅത്തുകാരൊക്കെ പ്രമാണം ചോദിക്കൽ എങ്ങനെ? അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചോദിച്ചിക്കണോ? അല്ലാഹ് ചോദിക്കാൻ കൽപ്പന പരിശുദ്ധ ഖുർആനിലുണ്ടോ? ചോദിക്കാൻ കൽപ്പന പരിശുദ്ധ ഖുർആനിലുണ്ടോ? അല്ലാഹു തആല ഖുർആനിൽ അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ ചോദ്യം? ഇങ്ങനെ കേട്ട അപ്പൊ ചിന്തിക്കാം, ശരിയാട്ടോ ഖുർആനിൽ അങ്ങനെ കഴിവ് കൊടുക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇങ്ങനെ ചോദിക്കും. എന്തൊക്കെ ചോദിക്കുക നോൽക്കന്നെ പിടുത്തുണ്ടാവില്ല. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഒരു ഡസണിലധികം കാര്യങ്ങൾ വേണമെങ്കിൽ ഈ ഇരിപ്പിൽ ഞാൻ ഇരുന്ന് പറയും. ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, റസൂലുള്ള ചെയ്തിട്ടുണ്ടാവില്ല, സഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ടാവില്ല, എന്നിട്ട് മുജാഹിദ് ചെയ്യണം അല്ലേ? എന്നിട്ട് മുജാഹിദ് ചെയ്യണം. എത്ര എണ്ണം ഉണ്ടാവും? നിങ്ങൾ കേട്ടോളി, ഒന്ന് കേട്ടോളി. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പള്ളിക്ക് മുനാരുണ്ടാക്കിയെന്നോ?
നമ്മൾ ഒന്ന് വെറുതെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കുക. ഒരു മൂന്നാലെണ്ണം ഒരു സാമ്പിളിന്. അള്ളാഹു റസൂലിന്റെ കാലത്ത് പള്ളിക്ക് മുനാറുണ്ടാക്കിനോ? ഇല്ല. മുജാഹിദ് പള്ളിക്ക് ഇപ്പൊ മുനാറില്ലേ? ഉണ്ട്. ഖുർആനിൽ ഏതെങ്കിലും ആയത്തിൽ പള്ളിക്ക് മുനാറുണ്ടായിക്കോളിന്ന് കൽപ്പന ഉണ്ടോ? ഹദീസിലുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നോ? സ്വഹാബത്തിന്റെ കാലത്തുണ്ടായിരുന്നോ? പിന്നെ എങ്ങനെ മുജാഹിദിന്റെ പള്ളിക്ക് മുനാറുണ്ടാക്കല്? ഒന്ന്. മിഹ്റാബ് ഉണ്ടാക്കൽ എങ്ങനെ? മിഹ്റാബ് പള്ളി കമ്മിറ്റി ഉണ്ടായിരുന്നോ? അല്ല, പറയ്, പള്ളി കമ്മിറ്റി ഉണ്ടായിരുന്നോ? ഹൗസ് ഉണ്ടായിരുന്നോ? മദ്രസ ഉണ്ടായിരുന്നോ? ഇതൊന്നുമില്ല. ഇന്നിപ്പോ എന്താണ്? അതൊക്കെ ഉണ്ടാക്കുകയാണ്. അതിന് തെളിവും വേണ്ട, ഖുർആനിലും വേണ്ട, ഹദീസിലും വേണ്ട, എവിടെയും വേണ്ട. മനസ്സിലായോ? എന്താ ചെയ്യ? എന്നാ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞാലോ, സുന്നിയാൾ എന്തെങ്കിലും ഒരു സംഗതി ചെയ്താല് അതിന് ഖുർആനിലെ ആയത്തന്നെ വേണം. ആ ചോദ്യം കേട്ടാൽ തന്നെ എന്താപ്പാ ചോദ്യത്തിന്റെ ഗൗരവം? ഖുർആനിലെ ആയത്തന്നെ വേണമെന്നാ പറയില്ലേ? അങ്ങനെയാണോ? ഒരു വിഷയത്തിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പ്രമാണം ഉണ്ടാകണമെങ്കിൽ ഖുർആനിലെ ആയത്തന്നെ വേണമെന്ന കണക്ക്? അങ്ങനെയാണോ? ചിലപ്പോൾ ഖുർആനിലുണ്ടാവും. ഖുർആനിൽ തന്നെ പറയല് ഒന്നൊക്കെ വ്യക്തമായി പറയും, അല്ലെങ്കിൽ വ്യംഗ്യമായി പറയും. മനസ്സിലായോ? അല്ലെങ്കിലോ ഹദീസിൽ പറയും. ഹദീസിൽ തന്നെ പറയല് ചിലപ്പോൾ വ്യക്തമായി പറയും, അല്ലെങ്കിൽ വ്യംഗ്യമായി പറയും. ഇത് രണ്ടും ഇല്ലെങ്കിൽ ചിലപ്പോ ഇജ്മാഉ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതി ഉണ്ടാവും, അല്ലെങ്കിലോ ഖിയാസും ഉണ്ടാവും. ഇതൊക്കെ പ്രമാണങ്ങളാണ്. അഞ്ചാമത്തെ ഒരു പ്രമാണമുണ്ട്, ഇസ്തിസ്ഹാബ് എന്നാണ് അതിന് പറയല്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടാൽ അത് പരിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പ്രമാണമുള്ള സംഗതിയായി. അതിന് ആയത്തിൽ ഇങ്ങനെ മുഴച്ച് കാണണമെന്നില്ല, ഹദീസിൽ ഇങ്ങനെ വ്യക്തമായി പറയണമെന്നില്ല. അങ്ങനെയല്ല ഒരു പ്രമാണം മനസ്സിലാക്കേണ്ട രീതി. ഞാനിത് പറയണത് എന്തിനാ? ഈ അവസരത്തിൽ ഞാനിത് പറയണത്, ഈ പുത്തൻവാദികളുടെ ചോദ്യം കേൾക്കുമ്പോൾ പല ആൾക്കാരും സംശയിച്ചു പോകണം, അത് ഖുർആനിലില്ലേ? അത് ശരിയാ. ഞാൻ ഇന്നാള് പറഞ്ഞല്ലോ, പൊരേക്കൂടലിനെ വിളിച്ചാൽ സുബീക്ക് വരൂല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിട്ടോ. പൊരേക്കൂടലിന് മുജാഹിദിന്റെ മൗലവിനെ വിളിച്ചാൽ വലിയ സ്ട്രോങ് ഉള്ള മൗലവിയൊന്നും സുബീക്ക് വരൂല. എന്താ പറയാ അറിയോ? അങ്ങനെ സുബീക്ക് ഒരു മൗലൂദ് ഓതുന്ന പരിപാടി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല അറിയും. പൊരേക്കൂടലിനെ സുബീക്ക് തന്നെ പോയിട്ട് മൗലൂദ് ഓതുന്ന പരിപാടി പഠിപ്പിച്ചിട്ടില്ല. മൗലൂദിനല്ലേ, അത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്താണ്. ഞാൻ വരൂല എന്നറിയും. വരൂല, സുബീക്ക് വരൂല. ആയിക്കോട്ടെ. ഉച്ച നേരത്ത് വന്നുകാണ്ട് ബിരിയാണി ഇങ്ങനെ തട്ടും. മനസ്സിലായോ? ഉച്ച നേരത്ത് വന്നിട്ട് എട്ടി കരീമും കൂട്ടരും എന്താക്കും? ബിരിയാണി ഇങ്ങനെ തട്ടും. ആ ബിരിയാണി തട്ടുന്ന നേരത്ത് ആരെങ്കിലും ചെന്നിട്ട് ചോദിക്കുക, അല്ല എട്ടി കരീമേ, നിങ്ങളെന്ത് സുബീക്ക് വരാന്ന്? അത് ഞാനേ, സുബീക്ക് നിങ്ങൾ മൗലൂദല്ലേ ഓതുന്ന? ഇവിടെ മൗലൂദ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത സംഗതിയാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഓതാ എട്ടി കരീമിനെ തൽക്കാലം കിട്ടൂല. എട്ടി കരീം എന്തൊരു ശുദ്ധനാ! അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ ദീനിന്റെ നടുക്കണ്ട എട്ടി കരീം എടുക്കുള്ളൂ എന്നിപ്പോ കേൾക്കണ കുട്ടികൾക്ക് തോന്നാണ്. അതിൽ വേറൊരു കുട്ടി ഇത് കേട്ടിക്കുന്നുണ്ട്. ഓമെന്ന് ചോദിച്ചു, അല്ല എട്ടി കരീമേ, ഈ ഉച്ചക്ക് നിങ്ങൾ ബിരിയാണി കഴിക്കാൻ വന്നിക്കണല്ലോ ഈ പൊരേക്കൂടലിന്? അള്ളാഹുവിന്റെ റസൂലിന് 9 ഭാര്യമാർ ഒരേ സമയത്ത് ഉണ്ടായിട്ട് ഓൽക്കൊക്കെ വേറെ പൊര ഉണ്ടായിരുന്നല്ലോ. ആ പൊരക്ക് ഏതെങ്കിലും ഒരു പൊരക്ക് പൊരേക്കൂടൽ നടത്തിയിട്ട് ചോറുണ്ടാക്കി കൊടുത്തതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. പഠിച്ചോനെ, കുടുങ്ങിയല്ലോ. ഈ തൊള്ളേക്ക് വെച്ച ഇറച്ചി കണ്ടണ്ട് ഇറക്കാനും വയ്യ, അങ്ങോട്ട് ഒഴിവാക്കാനും വയ്യ. ആ രീതിയിൽ എട്ടി കരീം ഇങ്ങനെ തൊണ്ടേ കുടുങ്ങി കളിക്കാണ് ഇപ്പൊ. ഇത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ. എല്ലാ വിഷയത്തിലും ഇങ്ങനെ തന്നെ. പ്രത്യേകിച്ച് മനുഷ്യന്റെ ജീവിത സുഖങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അതിന് മുജാഹിദിന് ഒരു തെളിവും വേണ്ട. സത്യമായിട്ട് ഞാനത് വെറുതെ പറയല്ല, ആത്മാർത്ഥമായിട്ട് പറയാണ്. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്, അങ്ങനല്ലേന്ന്. തക്കാരത്തിന് പോണതിന് മുജാഹിദിന് വല്ല തെളിവും വേണോ? ഉണ്ടോ? നിങ്ങൾ കേട്ടുക്കണോ? ഏതെങ്കിലും മുജാഹിദിനെ ചെന്നിട്ട് പുതിയാപ്പള സൽക്കാരത്തിന് വിളിച്ചപ്പോ പുതിയാപ്പള സൽക്കാരോ? ഞാൻ വരൂല. എന്താ? അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ സൽക്കാരം നടത്തിയിട്ടില്ല. അലി ഇബ്നു അബീ താലിബിന് ഫാത്തിമ ബീവിനെ കെട്ടിച്ചു കൊടുത്തിട്ട് പുതിയാപ്പള സൽക്കാരം നടത്തിയത് ഹദീസിലൊന്നും കാണില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വരൂല എന്ന് ഏതെങ്കിലും മുജാഹിദ് പറഞ്ഞിക്കണോ? വരുവന് സോട്ടും കൂട്ടൊക്കെ ഇട്ടിട്ട് എന്നിങ്ങനെ വന്നുകാണ്ട് ബിരിയാണി നല്ലോണം കയറ്റും. അവസാനം ബിരിയാണിയൊക്കെ കയറ്റിയിട്ട്
അത് കഴിഞ്ഞിട്ടാണ്ട് ഒരു ഫാത്തിഹ വിളിച്ചിട്ട് ദ്വാരക്കാൻ നേരത്ത് പോകാനാണ്ട് പോകുന്നിട്ട് ഓമർ അത് പഠിപ്പിച്ചിട്ടില്ല, അത് ഹദീസിലില്ല, അത് റസൂലുള്ള ചെയ്തിട്ടില്ല എന്നറിയും. എന്താ ചെയ്യ? ആണ് നിങ്ങൾ, ഞാൻ പറഞ്ഞ സത്യല്ലേ സുഹൃത്തുക്കൾ? അങ്ങനല്ലേ? അവിടെ ഒരു ഫാത്തിഹ മോദി ദ്വാരക്കാൻ ആരെങ്കിലും ഒരാൾ നിന്നിട്ട് അൽ ഫാത്തിഹ എന്ന് വിളിച്ച അപ്പൊ ഒരു പോക്ക എന്നിട്ട് പറയുന്നത് അങ്ങനെ ഒന്നും അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ഏത് പഠിപ്പിച്ചിട്ടില്ല? ഏത് പഠിപ്പിച്ചിട്ടില്ല? ഫാത്തിഹ ഓതി ദ്വാരക്കണ് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാട്ടോ ദ്വാരക്കാത്ത്. എന്നാ പിന്നെ പുതിയാപ്പളതക്കാരൻ പഠിപ്പിച്ചിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 2 പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തില്ലേ? എന്നായിരുന്നു സൽക്കാരം? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് ഫാത്തിമ ബീവിനെ കെട്ടിച്ചു കൊടുത്തില്ലേ? എന്നായിരുന്നു പുതിയാപ്പള സൽക്കാരം? ഏതെങ്കിലും ഒരു മുജാഹിദ് ഇന്നേ വരെ ചോദിച്ചിക്കണോ? ചോദിക്കൂല. അതിന് പാന്റും കോട്ടും ഇട്ടിട്ട് വരുവന് ബിരിയാണി തട്ടാന്. ആ ബിരിയാണിയൊക്കെ തട്ടിപ്പോയി 2 മാസം കഴിഞ്ഞിട്ട് റമദാൻ മാസം 3-ന്റെ അന്ന് ഉണ്ടാവും, അന്ന് എന്ത് നോമ്പറ സൽക്കാരം. അതിനെ വിളിച്ച് അതിനുണ്ടാവും മുന്നിൽ. മനസ്സിലായോ? അതിനോ മുന്നിലുണ്ടാവും. നോമ്പൊക്കെ തുറന്ന് എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ സൽക്കാരത്തിനൊക്കെ വന്നതല്ലേ, അപ്പൊ ഭക്ഷണം തന്ന ആളുകൾക്ക് ദ്വാരം കൊടുക്കണം എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചതാണ്. അത് വേറെ കാര്യം. അത് ചോദിക്കും, പഠിപ്പിച്ചിക്കണോ എന്ന് ചോദിക്കും. മനസ്സിലായോ? അപ്പൊ ഓൾക്ക് വേണ്ടിയിട്ടൊന്ന് ഖുർആൻ ഓതിയിട്ട് ദ്വാരം കൊടുക്കുക എന്ന നിലക്ക് ഒരു അൽ ഫാത്തിഹ വിളിച്ച അപ്പൊ ചോദിക്കുന്നത് അത് ഹദീസിലുണ്ടോ, അല്ലാഹു റസൂൽ പഠിപ്പിച്ചിക്കണോ എന്ന് ചോദിച്ചൊരു പോക്ക. അപ്പൊ തിന്നണേന് തെളിവ് വേണ്ട. അതാ ഞാൻ പറഞ്ഞത്. പള്ളപ്രശ്നത്തിനൊന്നും ഒരു തെളിവും വേണ്ട, അതിനൊരു ഹദീസിലും കാണണ്ട, എവിടെയും ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ നോക്ക്, ഇതൊക്കെ ചോദിക്കണം കേട്ടോ. ഇതൊക്കെ ഈ മുജാഹിദുകളോടൊക്കെ ചോദിക്കണം. എന്താ ഇനി നിങ്ങൾ നോക്ക്, ഞാൻ പറയാം. ഈ ഇപ്പൊ ഒരു സ്ത്രീധനം വാങ്ങണ കല്യാണം കൂട്ടിക്കോളി. സ്ത്രീധനം വാങ്ങണ കല്യാണം കൂട്ടിക്കോളി. മുസ്തഫാന്റെ ചോദ്യം തക്കാരം പോലെയാണോ മൗലൂദ്? അതാവൂല കേട്ടോ. മൗലൂദ് ഓതണതാണ്, അതുകൊണ്ട് നിങ്ങൾ കൂടൂല. കാരണം ഇരുന്ന് ചെല്ലേണ്ടി വരും. തക്കാരം എന്ന് പറഞ്ഞാൽ വട്ടത്തിലിരുന്ന് തട്ടിയാൽ മതി, അതുകൊണ്ട് നിങ്ങൾ കൂടും. നിങ്ങൾക്ക് മനസ്സിലായോ? വ്യത്യാസമുണ്ട്. തക്കാരത്തിന് പോയാല് വട്ടത്തിലിരുന്ന് ഇങ്ങനെ തട്ടിയാൽ മതി, ഞൗണ്ടി ഇങ്ങനെ വിഴിഞ്ഞാൽ മതി, അതിൽ നിങ്ങൾ കൂടും. അത് മൗലൂദ് എന്നൊക്കെ പറഞ്ഞാൽ എന്താക്കുന്നത് കുറച്ച് ഇരുന്ന് ചെല്ലേണ്ടി വരും, അതിൽ നിങ്ങൾ കൂടൂല. വ്യത്യാസമുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാണ്ട്. മനസ്സിലായോ? തക്കാരത്തിന് പോയാൽ പിന്നെ ഓതാനും പറയാനൊന്നുമില്ലാണ്ട് ചെല്ലുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, എന്നില്ലാണ്ട് ഇരിക്കുക, എന്നിട്ട് തട്ടുക, പോരുക. അതിന് നിങ്ങൾ നല്ലോണം കൂടും, ഞങ്ങൾക്കറിയാം. മൗലൂദിനൊക്കെ പോയാൽ പിന്നെ അങ്ങനെയല്ല, കുറച്ച് ഇരുന്ന് ചെല്ലൊക്കെ വേണ്ടി വരും. അപ്പൊ നിങ്ങളതിന് കിട്ടൂല. നിങ്ങൾക്ക് ചെല്ലാണ്ടോ നേരം? അതിനുണ്ടോ നിങ്ങൾക്ക് ഒഴിവ്? നിങ്ങൾക്ക് അപ്പോഴേക്കും തിന്നാളുടെ അടുത്തൊക്കെ. അപ്പൊ അങ്ങനത്തെ പണിക്കൊക്കെ നിങ്ങളെ കിട്ടുന്നറിയാം. ഇപ്പണിക്ക് നിങ്ങളെ കിട്ടൂല. ഞാൻ പറഞ്ഞതെന്താ അറിയോ? അത് മുസ്തഫാന്റെ ചോദ്യം കണ്ടപ്പോ ഞാൻ അതിന് ജവാബ് പറഞ്ഞതാ. മൂപ്പര് ചോദിക്കുക തക്കാരം മൗലൂദ് പോലെയാണോ തക്കാരെന്ന്? അല്ലേ, വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മൗലൂദിന് വരാതെ തക്കാരത്തിന് വരുന്നത്. മൗലൂദിന് കുറച്ച് ചെല്ലി പറയേണ്ടി, ഇതിന് കുറച്ച് നേരം പിടിക്കും, കുറച്ച് പണിയൊക്കെ ഉണ്ട്. തക്കാരത്തിന് പിന്നെ അങ്ങനത്തെ യാതൊരു പണിയില്ല. അതെന്താക്കിയത്? അവിടെ തട്ടി വിട്ട് പോന്നാ മതി. അപ്പൊ രണ്ടും വ്യത്യാസമുണ്ട്. എന്നാ നിങ്ങൾ നോക്ക്, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ, മുജാഹിദിന്റെ ചില ആൾക്കാർ ഭയങ്കര ആദർശ പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട്. എന്താ? ഈ സ്ത്രീധനം വാങ്ങണ കല്യാണത്തിന് കൂടൂലാൻ. ഇതൊക്കെ പറഞ്ഞ് കേട്ടാല് എന്താ അറിയ, എന്താ കാരണം എന്നറിയങ്ങള്? അത് ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ അല്ലാന്ന്. ദീനുൽ ഇസ്ലാമിൽ എന്താ ഉള്ളത്? ദീനുൽ ഇസ്ലാമിലുള്ളത് സ്ത്രീധനം വാങ്ങലല്ല, പിന്നെ മഹർ കൊടുക്കലാണ്. അപ്പൊ ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്തൊരു സംഗതി ഉണ്ടാക്കിയാല് അത് ബിദ്അത്താണ്. അക്കല്യാണത്തിന് നമ്മൾ കൂടൂലെന്നാണ്. എട്ടിക്കരീം ഒന്ന് ശ്രദ്ധിച്ചോണ്ട് കേട്ടോ. എട്ടിക്കരീം ആലോചിക്കും, മൂല്യം നിങ്ങൾ സ്ത്രീധനത്തിനെ പറ്റിയൊന്നും പറയില്ലേ. എന്താ എപ്പ അങ്ങാടിക്ക് ഇറങ്ങിയാലും മനുഷ്യന്മാർ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പൊ അങ്ങേ തിരിച്ചു കൊടുത്തോന്ന് ചോദിക്കലുണ്ട്. നിങ്ങളെ ഓർമ്മപ്പെടുത്തല്ലേ എന്ന നിലക്കാണ് എട്ടിക്കരീം ഇപ്പൊ ഇടപെടുന്നത്. കേട്ടോ, എട്ടിക്കരീമിന് ആകളുടെ ഒരു വിഷമം എന്താ അറിയോ? എപ്പ അങ്ങാടിക്ക് ഇറങ്ങിയാലും ആൾക്കാർ പറയുന്നത് നിങ്ങളെ വാങ്ങിയേ തിരിച്ചു കൊടുത്തോ, നിങ്ങളിങ്ങനെ വലിയ മുജാഹിദ് അയക്കണല്ലോ, വാങ്ങി നിങ്ങൾ തിരിച്ചു കൊടുത്തോ ചോദിക്കലുണ്ട്. ആ ഒരു വിഷമത്തിലാണ് ഇപ്പൊ മൂപ്പരുള്ളത്. അപ്പോ കേൾക്കുങ്ങള് സ്ത്രീധനം വാങ്ങൂല, സ്ത്രീധനം വാങ്ങണ കല്യാണത്തിന് കൂടൂല്ല എന്നൊക്കെ പറയല്. വാങ്ങിക്കൊണ്ടല്ലോ എന്നുള്ളത് വേറെ വിഷയം, അതല്ല നമ്മളെ ചർച്ച. അതിന് കാരണം പറയല് എന്താ അറിയോ? സ്ത്രീധനം വാങ്ങൂല. കാരണം എന്താ? സ്ത്രീധനം വാങ്ങണ കല്യാണത്തിന് കൂടാൻ പാടില്ല. എന്താ കാരണം? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് മഹർ കൊടുക്കലാണ്, സ്ത്രീധനം പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാത്ത സംഗതി ചെയ്യുന്ന ബിദ്അത്താണ്, അതുകൊണ്ട് അതിൽ കൂടാൻ പാടില്ല. അല്ലാഹ്. എന്നാ പിന്നെ സ്ത്രീധനൊന്നുമില്ല നമ്മളെ കല്യാണത്തിന്. മോളെ കെട്ടിക്കാൻ അടുത്ത ഞായറാഴ്ച സ്ത്രീധനം പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ ഞാൻ വരാം. മൂപ്പര് വന്ന് മുന്നിൽ തന്നെ ഇരുന്ന് ചോറൊക്കെ തട്ടി. എന്നിട്ടിങ്ങനെ പോകുമ്പോ ഒരു കുട്ടി ചോദിച്ചു, അല്ല കരീമേ,
എന്തേ ഇപ്പൊ കല്യാണത്തിനൊക്കെ പോകുന്നത്? ഇത് ഞാൻ സ്ത്രീധനല്ല എന്ന് കേട്ടപ്പോഴേ, ഈ സ്ത്രീധന കല്യാണത്തിനൊന്നും നമ്മൾ കൂടല്ല. സ്ത്രീധന കല്യാണം എന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ചതല്ലല്ലോ. അള്ളാഹു റസൂൽ പഠിപ്പിച്ച മഹറല്ലേ, സ്ത്രീധനം പഠിപ്പിച്ചിട്ടില്ലല്ലോ. മഹർ എന്ന് പറഞ്ഞാൽ പെണ്ണിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണല്ലോ. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ പെണ്ണിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണല്ലോ. മഹർ എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കാനുള്ളതാണല്ലോ. അപ്പൊ പെണ്ണിന് കൊടുക്കുന്നതാണ് എന്ത് മഹർ. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ തിരിച്ച് ആണിന് കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് കൂടാത്തത് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഒരു കുട്ടി ചോദിക്കുക, അല്ല സ്ത്രീധനം ഇല്ലാത്തോണ്ടാപ്പണ അപ്പൊ നിങ്ങളോട് കല്യാണത്തിനൊന്ന് അപ്പൊ ഇത് ആരാ കല്യാണ? അല്ല, ഇയാളെ മോളെ. ഈ മോളെ കല്യാണത്തിന് സദ്യ ഉണ്ടാക്കല് അള്ളാഹു റസൂല് പഠിപ്പിച്ചിക്കണോ? എന്താ അള്ളാഹു റസൂല് പഠിപ്പിച്ചത്? കല്യാണത്തിന്റെ സദ്യ വലീമത്താ. വലീമത്ത് എന്ന് പറഞ്ഞാൽ ആരാ കൊടുക്കേണ്ടത്? പുതിയാപ്പളെ അല്ലേ? പെണ്ണോ പെണ്ണിന്റെ വാപ്പയോ ഒരു സദ്യ കൊടുക്കണ പരിപാടി ഇസ്ലാമിലുണ്ടോ? കല്യാണത്തിന് അങ്ങനൊന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? വലീമത്തല്ലേ ഇസ്ലാമിൽ കൽപ്പനയുള്ളത്? വലീമത്ത് എന്ന് പറഞ്ഞാൽ ആരാ കൊടുക്കേണ്ടത്? അത് പുതിയാപ്പളല്ലേ. പുതിയാപ്പള കൊടുക്കുന്ന സദ്യക്കല്ലേ വലീമത്ത് എന്ന് പറയാ? അതല്ലേ ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പൊ ഇസ്ലാമിൽ കൽപ്പിക്കപ്പെടാത്തൊരു സംഗതിയല്ലേ പെണ്ണോ പെണ്ണിന്റെ പിതാവോ സദ്യ കൊടുക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ വരാൻ പറ്റി? അപ്പോഴാണ് തൊണ്ടയെ കൊടുക്കുന്നത് ആ തിന്ന എല്ലും കണ്ടം കണ്ടോ? അത് നടപ്പിൽ വരുത്താൻ ഞങ്ങൾക്ക് എന്തില്ല, നിങ്ങളെ മാതിരി പിരാന്തില്ല. ഏത് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂല് കാണിച്ചെന്നതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ പിരാന്തുണ്ടല്ലോ, അത് ലോകത്തെ ഒരു മുസ്ലിമിനും ഇല്ലാത്ത സംഗതിയാ. അപ്പിരാന്ത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നടപ്പിൽ വരുത്തിയല്ലോ എത്രയും കാലം കുറെ ദീന്. എന്നിട്ടെന്താ ഇതുവരെ ഇതൊന്നും ചിന്തിക്കാഞ്ഞ്? നിങ്ങൾ എത്ര പെൺകുട്ടികളെ കല്യാണത്തിന് പോയി ചോറുന്ന് പോന്നിക്കണു? അന്ന് എന്താ ഇതൊന്നും ആലോചിക്കാത്തത്? അള്ളാഹു റസൂല് പഠിപ്പിച്ചിക്കണല്ലേന്ന്. എത്ര പൊരേക്കൂടലിന് പോയിട്ട് നിങ്ങൾ ബിരിയാണി തട്ടിപ്പോന്നു? എത്ര തക്കാരത്തിന് നിങ്ങൾ പോയിക്കണ്? അന്നെന്താ നിങ്ങൾ അള്ളാഹു റസൂല് ഇത് പഠിപ്പിച്ചിക്കണല്ലേ ചിന്തിക്കാഞ്ഞ്? ഇപ്പൊ അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോ ആലോചിക്കല്ലേ അത് നടപ്പിൽ വരുത്തൂന്ന്. നല്ല തമാശ. കുറെ കാലമായി നിങ്ങൾ ഇതൊക്കെ തുടങ്ങിയിട്ട്. നിങ്ങളെ പള്ളപ്രശ്നമൊക്കെ അതിനും നിങ്ങൾക്ക് യാതൊരു തെളിവും വേണ്ട. അത് ചോറ് കിട്ടിയെടുത്ത് നിങ്ങൾ പോയി തിന്നും. ഇത് വലീമത്താണോ, ഇസ്ലാം പഠിപ്പിച്ച പുതിയാപ്പള കൊടുക്കുന്ന സദ്യയാണോ, അതല്ല പെണ്ണിന്റെ പുരയിൽ ഉണ്ടാക്കുന്ന സദ്യയാണോ? നിങ്ങൾ ഒരു വട്ടെങ്കിലും ആലോചിച്ച് നോക്കണോ? ആലോചിക്കണോ? അങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾക്കില്ല. കാരണം എന്താ? തിന്നാൻ കിട്ടുമ്പോ പിന്നെ ആലോചന ഒന്നുമില്ല. എന്നാ പിന്നെ അവിടെ നിന്ന് ദ്വാരക്കാൻ നിന്നാലോ, അത് പഠിപ്പിച്ചിട്ടില്ല, ദ്വാരക്കാൻ പാടില്ല എന്നും പറഞ്ഞ് നീച്ചു പോരും ചെയ്യും. ഇങ്ങനത്തെ ഒരു നന്ദി കെട്ട വർഗം. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു നന്ദി കെട്ട വർഗം. അതാണ് ഈ വഹാബികള് ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു നന്ദി കെട്ട വർഗം. ഒരു തിന്നാൻ തന്നോന്റെ പെരയെ ചെന്നിട്ട് ഒന്ന് ഫാത്തി ഓതി ദ്വാരന്ന് കൊടുക്കാറ് അതിൽ കൂടൂല. ഇത് ഒരു ഭക്ഷണം തന്ന പുരയെ ചെന്നാൽ അവിടുന്ന് ദ്വാരന്ന് കൊടുക്കാനൊരു മര്യാദ ഉണ്ടല്ലോ. ഭക്ഷണം തന്ന പെരയെ ചെന്നാൽ അവിടുന്ന് ദുആ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു മര്യാദ, ആ മര്യാദയില്ല. അതിന് പോലും ഒരു മനസ്സ് കാണിക്കാത്ത നന്ദി കെട്ട വർഗം. എന്നിട്ട് അതിന് പറയണെന്ത്? അത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, എന്നാ ഈ തക്കാരം പഠിപ്പിച്ചിക്കണം. എന്താണോ ചിന്തിക്കാത്തത്? അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തരാത്ത സംഗതി ചെയ്യാൻ പാടില്ലെങ്കിൽ പിന്നെ ഈ സൽക്കാരം ചെയ്യാൻ പാടുണ്ടോ? എന്റെ ചോദ്യതാണ്. എന്നിട്ട് സൽക്കാരത്തിന് പോയി കൂടും ചെയ്യും, ദ്വാരക്കൊന്നും കൂടുമില്ല. എന്താണ് ഇതിന്റെയൊക്കെ പേര്? അപ്പോ നിങ്ങൾക്ക് വിയോജിപ്പ് ദുആനോടാണ്, നിങ്ങളുടെ വിയോജിപ്പ് ഫാത്തിഹ സൂറത്തിനോടാണ്, നിങ്ങളുടെ വിയോജിപ്പ് നല്ല ദിക്ർ ചെല്ലുന്നതിനോടാണ്, നിങ്ങളുടെ വിയോജിപ്പ് നല്ല നല്ല കാര്യങ്ങളോട് മാത്രമാണ്, അല്ലാതെ വിയോജിപ്പില്ല. അതാണ്. പിന്നെ അയ്യൂബ് CM അബ്ദുറഹീം കേർ പറയുന്നത്, എന്റെ നാട്ടിൽ വഹാബികൾ മൗലൂദിന്റെ ചോറും തിന്നുന്നു. അതിനെന്താ കേട്ടോ? അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം വഹാബികളല്ലേ തന്നെ പറഞ്ഞു ചോറെന്ത് തെറ്റ് ചെയ്തു എന്നാ ചോദിക്കല്. ചോറെന്ത് തെറ്റാ ചെയ്തത്? അതാ ആന്ധ്രക്കാരുണ്ടാക്കിയ അരി. അവിടുന്ന് കർഷകർ ഉണ്ടാക്കി, പണിക്കാരത് പറിച്ച് കൊയ്ത് അതിങ്ങോട്ട് മില്ല് കൊണ്ടുപോയി നെല്ല് കുത്തി അരിയാക്കി ഇങ്ങോട്ട് പോന്നു. അത് നമ്മളെ കടയിൽ വന്ന് അതിന് വാങ്ങിക്കൊടുന്നു എന്നുള്ള ആ തെറ്റല്ലാതെ ഈ ചോറേറ്റ വല്ല മൗലൂദ് ഓതിക്കണം? ചോറ് ശിർക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ചോറ് തന്നെ എന്താ കുഴപ്പമെന്നാണ് ചില വഹാബികൾ ചോദിക്കല്. മനസ്സിലായില്ലേ? അതങ്ങനെയാണ്. പോത്തിറച്ചി നിങ്ങളെ അറുത്തെടുത്ത് നോക്കി, അപ്പൊ ചോദിക്കാം പോത്തെന്ത് തെറ്റ് ചെയ്തെന്ന് ചോദിക്കും. എന്നും പറഞ്ഞാൽ ആ പോത്തും തിന്നും. അതിനൊന്നും യാതൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ തീറ്റിന്റെ വിഷയം, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നാൽ
ഇവർക്ക് ശിർക്കും ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിക്കോട്ടോ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ, ഞാനതൊന്നും വെറുതെ പറയല്ല. ഇപ്പൊ ചിന്തിക്കട്ടെ, സാധാരണക്കാർ ചിന്തിക്കട്ടെ, അതുകൊണ്ട് പറയാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു ആയത്തുണ്ട്. സക്കി ഉസ്താദ് ഇവിടെ ഉണ്ടെങ്കിൽ ആയത്ത് നമ്മൾ അടിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. ഏതായത്തറിയോ? ലാ തെങ്കിഹുൽ മുശ്രിക്കാത്തി, അല്ലേ? അങ്ങനെ ഒരു ആയത്തില്ലേ? അതിന് മുമ്പ് യാ അയ്യുഹല്ലദീന ആമനൂ എന്നുണ്ടോ? ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആ ആയത്ത് ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. എന്ത് പിന്നെ തന്നെ ആയത്തുണ്ടോ? വലാ തെങ്കുഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന്ന. അള്ളാഹ് പറയാണ് പരിശുദ്ധ ഖുർആനിൽ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയാണ്, വലാ തെങ്കിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന്ന. മുശ്രിക്കുകളായ പെണ്ണുങ്ങളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്, ഹത്താ യുഅ്മിന്ന, അവർ മുഅ്മിനീങ്ങളാകുന്നത് വരെ. കേട്ടോ? എന്നിട്ട് പറയാണ്, വല അമത്തും മുഅ്മിനത്തുൻ, മുഅ്മിനത്തായ ഒരു അടിമ പെണ്ണാണ് ഖൈറും മിൻ മുശ്രിക്കത്തിൻ, മുശ്രിക്കത്തിനേക്കാൾ എത്രയോ മെച്ചം. വലൗ അഅജബത്തുക്കും, അവളെ നിങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടാലും ശരി. എന്താ അല്ലാഹ് പറഞ്ഞത്? വലാ തെങ്കിഹുൽ മുശ്രിക്കാത്തി, മുശ്രിക്കത്തായ പെണ്ണുങ്ങളെ നിങ്ങൾ നിക്കാഹ് ചെയ്യരുത്. അള്ളാന്റെ വിലക്കാണ്, അല്ലേ? നമ്മളെ മുജാഹിദുകൾ എത്ര സുന്നി കുട്ടികളെ നിക്കാഹ് ചെയ്യുന്നുണ്ട്. സുന്നിയാളെ മുശ്രിക്കാന്ന് എത്ര വട്ടം പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. ആ നിക്കാഹിന്റെ സദസ്സിൽ വരെ ചിലപ്പോൾ പ്രസംഗിക്കും. അതാ രസം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിലൊക്കെ വല്ല അർത്ഥമുണ്ടോന്ന്, അല്ലേ? എട്ടിക്കരിയുമ്പോ പോയി, അങ്ങനെ എത്ര ആള് പോകുന്നുണ്ട്. നിങ്ങൾ കേട്ടോളൂ, ഇത് നിങ്ങൾ സാധാരണക്കാർ കേൾക്കട്ടെ. ഇത് വലാ തെങ്കിഹുൽ മുശ്രിക്കാത്തി എന്ന് പറയാണ്. മുശ്രിക്കത്തുകളായ പെണ്ണുങ്ങളെ നിങ്ങൾ നിക്കാഹ് ചെയ്യരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ നഹിയാണത്. അള്ളാഹുവിനെ വിരോധിച്ച് പറയുകയാണത്. മുശ്രിക്കാത്തിനെ കെട്ടരുത്. എന്നിട്ടോ വഹാബികള് സുന്നികളും മുശ്രിക്കാണ് എന്ന് പറയും, സുന്നി പെണ്ണുങ്ങളും മുശ്രിക്കത്തുകളാണ് എന്ന് പറയും. എന്നിട്ടോ ഓലെ പോയി കെട്ടും ചെയ്യും. അപ്പൊ ചോദിച്ചാൽ പറയും, അത് കെട്ടണേന് എന്തിനാ നിങ്ങൾ കെട്ടിയത്? അതൊന്നും ഇങ്ങോട്ട് കെട്ടിയിട്ട് നമ്മളേക്ക് ഇങ്ങോട്ട് കൊടുന്നാലല്ലേ ഓളൊന്നും മുജാഹിദാക്കി എടുക്കാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ ഗോപാലേട്ടന്റെ മോളെ കെട്ടി നിങ്ങൾക്ക് അല്ലേ കേട്ടോ? ഗോപാലേട്ടന്റെ മോള് സുജാതല്ലേ, ഓളെ കെട്ടി നിങ്ങൾക്ക് നല്ലേ. അതെന്താ? ഇങ്ങോട്ട് കൊടുന്നിട്ടൊന്ന് മാറ്റിയെടുക്കാല്ലോ നിങ്ങൾക്ക്. നിങ്ങളെ കാഴ്ചപ്പാടില് സുന്നി പെൺകുട്ടികളും ഈ സുജാതിയും ഒക്കെ രണ്ടും മുശ്രിക്കല്ലേ? ഈ മുശ്രിക്കിനെ കെട്ടാന്നും മറ്റേ മുശ്രിക്കിനെ കെട്ടാൻ പറ്റൂല. അതെന്ത് ന്യായ? ഷിർക്കിൽ ഇങ്ങനെ ചായന്റെ വൈദ്യ ഷിർക്ക്. അത് ചായപ്പീടിയൊക്കെ ഒരു സ്ട്രോങ് ചായ, മീഡിയം ചായ, ലൈറ്റ് ചായ എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലേ? ചായപ്പീടിയൊക്കെ ഈ ജാതി ചായയൊക്കെ പറയുന്നുണ്ട്. ഇതേമാതിരി ഷിർക്ക് ഇങ്ങനെ സ്ട്രോങ് ഷിർക്കും ലൈറ്റ് ഷിർക്കും മീഡിയം ഷിർക്കും ഒക്കെ ഉണ്ടാവും. ഷിർക്ക് ഏതായാലും ഷിർക്ക് പറഞ്ഞാൽ ഷിർക്ക് തന്നെയല്ലേ? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നുള്ള ഷിർക്ക് ആര് ചെയ്താലും ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തല്ലേ, അല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ വലാ തെങ്കുഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന്ന എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല വളരെ വ്യക്തമായി പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാ സുന്നി പെൺകുട്ടികളെ കിട്ടുന്നത് ഓരോ മുശ്രിക്കാണെന്ന് പറയുന്നതോട് കൂടി അപ്പം അങ്ങോട്ട് മാറുന്നത്? അത് നിങ്ങൾ വെറുതെ പറഞ്ഞല്ലേ. കാരണം എന്താ? ഇല്ലെങ്കിലേ ഞാൻ അടക്കേണ്ടി വരും, പെണ്ണിട്ടൂല ട്ടാ. അല്ലെങ്കിൽ അങ്ങനെ നടക്കേണ്ടി വരും, പെണ്ണിട്ടൂല. അപ്പൊ പിന്നെ ബുദ്ധിമുട്ടാവും. മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ പഠിച്ചാൽ കുട്ടികളുണ്ടാവില്ല, അപ്പൊ വിഷമാവും. അപ്പൊ പിന്നെ എന്താക്കന്നെ, കിട്ടിയത് കെട്ടുതന്നെ. അപ്പൊ തൽക്കാലം ആയത്തൊക്കെ കണ്ട് കണ്ണുമ്പ, അല്ലേ? അതാണ് നിങ്ങളെ പരിപാടി. ഇതായിരിക്കാ തിരിയാത്തത്? ഞാനിത് ഇങ്ങനെ പറയുന്നത് സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കാനാ. അതായത് പറയുന്ന വിഷയത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു നീക്കം നമ്മളെടുത്ത് വേണം. നിങ്ങൾ ചോദിക്കലുണ്ടോ, സുന്നിയാള് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണല്ലോ, നിങ്ങൾ ഞങ്ങളെ തുടർന്ന് നിസ്കരിക്കുമല്ലോ, നിങ്ങളെ തുടരാൻ പറ്റൂല എന്നാ ഞങ്ങൾ പറയണതും വിശ്വസിക്കണം, അതുകൊണ്ട് തുടരലുമില്ല. നിങ്ങളങ്ങനല്ല. നിങ്ങളെങ്ങനെ? ഞങ്ങൾ തുടർന്നൊക്കെ നിങ്ങൾ നിസ്കരിച്ചു, അത് വലിയ രസമാണ്. നിങ്ങളെ മുജാഹിദ് സമ്മേളനത്തിന് വന്നിരിക്കാരം, പക്ഷെ തൊട്ടടുത്തുണ്ടാകുക സുന്നി പള്ളി, അവിടെ കയറിയിട്ട് മഗ്‌രിബ് ഈ സുന്നി ഇമാമിനെ തുടർന്നിട്ടേ, അല്ലേ? ഇന്ന് നിങ്ങൾ സമ്മേളനത്തിൽ പ്രസംഗിക്കണതോ സുന്നിയാള് മുശ്രിക്കാണ് എന്നോ, എന്നിട്ട് ആ മുശ്രിക്കിനെ തുടർന്നിട്ടാണ് നിസ്കരിക്കണത്. അതിന് യാതൊരു മടിയില്ല.
അപ്പൊ എന്താ ചങ്ങായിമാർ നിങ്ങൾ ഈ പറഞ്ഞൊരു തലല്ലാത്ത വർത്താനാണുള്ളത്. മുശ്രിക്കാന്ന് പറയും ചെയ്യുക, ഓലെ തുടർന്ന് നിസ്കരിക്കും ചെയ്യുക. സുന്നി കുട്ടികളൊക്കെ മുശ്രിക്കായ പെണ്ണുങ്ങളാന്ന് പറയാ, ഓലെ കെട്ടും ചെയ്യുക. മുശ്രിക്കീങ്ങൾ അറുത്ത് തിന്നാൻ പാടില്ല എന്നും പറയാ. രാവിലെ പോത്ത് പോയി വാങ്ങുക, മൊല്ലാക്ക അറുത്ത് വരികയാണ്. എപ്പോഴാ അറക്കല്? അതിരാവിലെ അറക്കാൻ പോകും. ചിലപ്പോൾ പാതിരാ സമയത്ത് അറക്കാൻ പോകും. കാരണം കുറേ സ്ഥലത്തേക്ക് അറക്കാൻ പോകാണ്ടാവുകയും. അപ്പൊ മൊല്ലാക്ക കുത്തുബിയത്ത് കഴിഞ്ഞ് വരുമ്പോൾ അറുത്ത് ഇങ്ങനെ പോരല്ല ഒരു തിരക്കുന്നു. 1000 വട്ടം ശിർക്കും ചെയ്ത് വന്ന മൊല്ലാക്ക അറുത്തത് ഇപ്പം പോയി പൈസ കൊടുത്ത് വാങ്ങാണ്. കുറച്ചോനെ എന്താ ചെയ്യ? എന്താ ഇപ്പൊ ചെയ്യ? അതിന് യാതൊരു കുഴപ്പവും ഒരു വഹാബിക്കില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ വഹാബിസം എന്ന് പറഞ്ഞാൽ. അപ്പൊ പറയണതൊന്ന് വേറെ, ചെയ്യണതൊന്ന് വേറെ, ഉള്ളിലൊന്ന് വേറെ, പുറത്തേക്കൊന്ന് വേറെ. അതല്ലേ? ഉള്ളിലും പുറത്തും ഒന്നാണെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ഒരു ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഉള്ളിലൊന്ന് വേറെ, പുറത്തേക്ക് പറയണത് വേറെ. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഗോളില്ലാത്ത പോസ്റ്റിലേക്ക് അടിക്കാൻ നല്ല സുഖമാണ്. എന്നാ ഒരു ഗോളി പോസ്റ്റിലാണ് വന്നു നിന്നോട്ടെ, അവൻ ആ സുഖം ഇല്ലാതായിക്കോളല്ലോ. മുസ്തഫ ഗോളി ആയാലും കുഴപ്പമില്ല കേട്ടോ. മുസ്തഫ ഗോളി പോസ്റ്റിക്ക് വരട്ടെ. ശരി, എന്ത് മുസ്തഫക്ക് ഗോളിക്ക് അറിയില്ലേ? പൊന്നാര ചങ്ങാതി, പോസ്റ്റിൽ ഗോളില്ലാതായത് തുടങ്ങി. ഗോളിക്കാൻ പറ്റുമോ? കിട്ടണ്ടേ? ഗോളി നിൽക്കാൻ പറ്റിയ കളിക്കാൻ പറ്റിയത് ഏതായാലും ഇല്ല കേട്ടോ. കേറി കളിക്കാൻ പറ്റിയ ഒറ്റൊന്നുമില്ല. എന്നാ പിന്നെ ഗോളിക്കാൻ പറ്റിയ ഒന്നെങ്കിലും ആ കൂട്ടത്തിൽ വേണ്ടേ? അതുമില്ല. പിന്നെ ഇപ്പൊ പോസ്റ്റ് കാലി വെക്കില്ല, എന്താ കാട്ടുന്നു കേട്ടോ. ഇപ്പൊ ഒരു ഗോളി അതിന്റെ അടുത്തുണ്ടായിനി, മൂപ്പര് പോയ പോക്ക് കണ്ടില്ല. ഇപ്പൊ മുസ്തഫ പറയുന്നു ഗോളില്ലാത്ത പോസ്റ്റൊക്കെ അടിക്കാൻ നല്ല സുഖമാണ്. എന്നാ മുസ്തഫക്കൊന്ന് ഗോളി നിന്നൂടെ അവിടെ? അത് വെക്കൂല്ല. നിങ്ങൾ അങ്ങനെ തന്നെ. ഞങ്ങൾ ഇങ്ങനെ ചോദ്യം മറുപടി ഒക്കെ കൂടി ഞങ്ങളൊരു നാടകമാണ് അറിയും. നാടകം പൊളിക്കാൻ നിങ്ങൾക്ക് അടി ചോദിച്ചൂടെ? മൈക്ക് വിടുകയും മുസ്തഫ ഒന്ന് റൈസാൻ്റെ ചെയ്യും, മൈക്ക് വിടുകയും. ശരി, ചോദിക്കാൻ ആളുണ്ടെങ്കിൽ നമ്മൾ മൈക്ക് എപ്പോഴോ റെഡിയല്ലേ കേട്ടോ. ഹാരിസ് മാനാടിന്റെ മൈക്ക് വേണോ അതോ മുസ്തഫാക്ക് മൈക്ക് വേണോ? മൈക്ക് വേണമെങ്കിൽ റൈസാൻ്റെ ചെയ്തോളി, ഒരു കുഴപ്പമില്ല. മുസ്തഫ മേലക്കൊന്നും വരില്ല. മൈക്ക് വിടയിട്ട് മൂപ്പർക്ക് ഭയങ്കര സങ്കടമുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സങ്കടം ഉണ്ടാവേ കേട്ടോ, സങ്കടം നല്ലോണം ഉണ്ടാവും. കാരണം തൊലി ഊരിപ്പോണ വർത്താനല്ലേ ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പൊ പിന്നെ സങ്കടം ഇല്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവിടെ മുസ്തഫ ആ മേലക്ക് വന്നത് നല്ല ചോദ്യം ചോദിക്കട്ടെ. മൈക്ക് എടുത്തോളി, ഞാൻ സമയം കളയണില്ല, മൈക്ക് എടുത്തോളി. ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ആദ്യം അവസരം തരണം, എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മറുപടിയും പറയണം. പിന്നെ ഇത് ചോദിക്കാനുള്ള എന്താന്ന് പറയാം, മുജാഹിദിന്റെ ആശയം നിങ്ങളല്ല പറയേണ്ടത്, അത് ഞങ്ങളാ പറയേണ്ടത്. നിങ്ങളുടെ ആശയം നിങ്ങളും പറയണം. നിങ്ങൾ പറയും, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയണം. ഞങ്ങൾ പറയുന്നു, മുജാഹിദീങ്ങൾ പറയുന്നു, നമ്മൾ അറുത്തത് ഭക്ഷിക്കുകയും നമ്മുടെ കിബിലയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ കണ്ടാൽ നമ്മൾ മുസ്ലിമീങ്ങളായി കൊണ്ട് പരിഹരിക്കണം, അവരോട് സലാം പറയാം, അവരെ തുടർന്ന് നമസ്കരിക്കാം. ഇത് മുജാഹിദിന്റെ ആശയമാണ്. മുജാഹിദിന്റെ ആശയമാണ് പറഞ്ഞത്. ഇതേ രൂപത്തിൽ നിങ്ങൾ പറയണം, മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല, ഞങ്ങൾ മുസ്ലിമീങ്ങൾ എന്നല്ല പറയുന്നത്. എന്നിട്ട് നിങ്ങൾ പറയണം, മുജാഹിദീങ്ങൾ അവരെ തുടർന്നാൽ നമസ്കാരം ശരിയാകുമോ, അവരടുത്തത് ഭക്ഷിക്കാൻ പറ്റുമോ, അവരോട് സലാം പറയാൻ പറ്റുമോ, അവര് മുസ്ലിമാണോ മുസ്ലിം അല്ലേ? ഞങ്ങളുടെ ആദർശം ഞങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആദർശം നിങ്ങൾ പറയണം. അങ്ങനെ നിങ്ങൾ പറയാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ 10 പറക്കണം, AP സമസ്തക്കാർ 10 പറക്കണം. അല്ലാതെ ഞങ്ങളുടെ ആദർശം നിങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിന്ന് ജനങ്ങളെ പറ്റിക്കാൻ നിന്നാൽ അത് നടക്കൂല. നിങ്ങളുടെ ആദർശം തുറന്നു പറഞ്ഞിട്ട് അവരെ അറുത്തത് ഭക്ഷിക്കാൻ പറ്റുമോ, അവരുടെ മയ്യത്ത് നമസ്കരിക്കാൻ പറ്റുമോ എന്ന് തീർത്ത് പറയണം. അത് തീർത്ത് പറഞ്ഞിട്ട് നിങ്ങൾ പറയണം, ഈ മുജാഹിദിന്റെ ആശയം കൊണ്ട് നടക്കുന്ന സൗദി അറേബ്യയുടെ വിധി എന്ത് എന്നും കൂടി നിങ്ങൾ പറയും. അവര് മുജാഹിദാണോ അവര് മുസ്ലിം ആണോ എന്നും കൂടി നിങ്ങൾ തീർത്ത് പറയും. ഞങ്ങൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അവര് കുനൂത്ത്, സുബൈ നമസ്കാരത്തിലെ കുനൂത്ത്, അതുപോലെ തന്നെ കൂട്ടുപ്രാർത്ഥന, നിസ്കാരത്തിന്റെ ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന, കബറാളികളോടുള്ള വിളിച്ച് സഹായം ചോദിക്കല്, ഇതൊക്കെ അത് പാടില്ല എന്ന് പറയുന്ന ആളുകളാണ് സൗദി അറേബ്യയിലുള്ള ആൾക്കാർ. നിങ്ങൾ തുറന്ന് മുസ്തഫാക്ക് മുജാഹിദും തിരിയും, സുന്നിയും തിരിയും, സൗദി അറേബ്യയും തിരിയും. ഇപ്പൊ അതാ തിരിഞ്ഞേക്ക്. മുസ്തഫ നിനക്കിപ്പോ എല്ലാം തിരിയും. സൗദി അറേബ്യയിലുള്ള സുബൈന്റെ
നിസ്കാരത്തിൽ കുനൂത്ത് പാടില്ല എന്ന് പറഞ്ഞിരിക്കണല്ലേ? എവിടെയാണ് പറഞ്ഞത്? അല്ല, എന്നാ അത് ഓരോന്ന് തെളിയിക്കുക നമ്മള്. വിവരല്ലെങ്കിൽ മുസ്തഫ മിണ്ടാതിരുന്നാ പോരെ. ഇപ്പൊ ഗോളി വന്നത് എങ്ങനെയുണ്ട്? ഇതാ ഇപ്പൊ ഗോളി. ഞാൻ വിചാരിച്ചു ഒരു പന്തെങ്കിലും പിടിക്കും. എവിടെ പിടിക്കണ്? പിടിക്കാൻ പോയിട്ട് കൈ പൊന്തിക്കാനുള്ള ആഫിയത്ത് കണ്ടേ. ഇതിനല്ലേ പന്തിടിക്കല്? സുബഹി നിസ്കാരത്തിലെ കുനൂത്ത് പാടില്ലാത്തതാണ് എന്ന് ഏത് സൗദി പണ്ഡിതനാ പറഞ്ഞത്? അടിക്കിവിടെ നോണ പറഞ്ഞു വരിക. എന്തെങ്കിലൊക്കെ ഉണ്ട് പറയുന്നേ. നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന പാടില്ലാത്തതാണെന്ന് ഏത് സൗദി പണ്ഡിതനാ പറഞ്ഞത്? സൗദി പണ്ഡിതൻ കൂട്ടുപ്രാർത്ഥന നടത്തുന്നതാണ് ഞാൻ കാണിച്ചു തരാം. ഒരു വിവരവും ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വന്ന് കാച്ചലല്ല കേട്ടോ. പിന്നെന്താ പറഞ്ഞത്? ഞങ്ങളാശയം ഞങ്ങൾ പറയും, നിങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ കുറെ കാലം ഇവിടെ പറഞ്ഞത് എഴുതിച്ചതൊക്കെ ഉണ്ട്. ഇനി പുതിയത് പറഞ്ഞിട്ട് വേണ്ട. ഞങ്ങൾക്ക് ഈ മറവി രോഗമല്ല കേട്ടോ മുസ്തഫ. നിങ്ങൾ കുറെ കാലം ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ കുറെ കാലം ഇവിടെ പറഞ്ഞതും കുറെ കാലങ്ങൾ എഴുതി വെച്ചതൊക്കെ ഇവിടെ ഉണ്ട്. അത് ഞങ്ങൾ കേൾക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാ ഞങ്ങൾ സംസാരിക്കണത്. അതുകൊണ്ട് ഓരോ തവണ വരുമ്പോഴും നിങ്ങൾ പറയും എന്നൊക്കെ കല്യാണം നിശ്ചയിക്കാൻ വന്നവര് പറയിപ്പിക്കേണ്ട സംഗതി ഇവിടെ അല്ല. ഞങ്ങൾക്ക് മറവി രോഗം ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങളാ വിഷയം പറഞ്ഞിക്കണ്. ഏത് വിഷയം? ഇവിടെ രണ്ടും വ്യത്യാസമുണ്ട്. കരീം അല്ല മുസ്തഫ, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്ത്? നിങ്ങൾ മുസ്തഫ തുടങ്ങിയത്, ഞാൻ പറയാൻ വിട്ടുവരാ. മുസ്തഫ തുടങ്ങിയത് നമ്മളെ ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണേ, നമ്മളർത്ഥത് ഭക്ഷിക്കണേ, ആരർത്താലും ഞങ്ങൾ തിന്നും, ഓലങ്ങൾ തുടർന്ന് നിസ്കരിക്കും, ഓലോട് ഞങ്ങൾ സലാം അടക്കും എന്നാണ് ഇപ്പൊ പറഞ്ഞത്. എന്നാ പിന്നെ എളുപ്പമുണ്ട്. ഖാദിയാനികൾ നിങ്ങൾ തുടർന്ന് നിസ്കരിച്ചോ മുസ്തഫ? മുസ്തഫ, നിങ്ങൾ ഖാദിയാനികളൊക്കെ തുറന്ന് നിസ്കരിക്കുവോ? ഖാദിയാനികൾ നിങ്ങളെ ഖിബിലേക്ക് തന്നെയാണ് തിരിഞ്ഞ് നിസ്കരിക്കുക. നിങ്ങൾ ഖാദിയാനികളെ തുറന്ന് നിസ്കരിക്കുവോ? മുസ്തഫാക്ക് പന്ത അല്ലേ? മുസ്തഫാക്ക് പന്ത. അല്ല, ഒരാള് നമ്മളെ ഖിബിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞത്? നമ്മളെ ഖിബിലേക്ക് തന്നെ ഒരാൾ തിരിഞ്ഞ് നിസ്കരിക്കുന്നുണ്ട്. പരിശുദ്ധ കഅബയ്ക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കാരം. പക്ഷെ അയാൾ പറയണത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം വേറെ നബി ഉണ്ട് എന്നാ. അയാൾ നമ്മൾ തുറന്നു നിസ്കരിക്കുവോ? ഞങ്ങൾ തുടരൂല. ഞങ്ങൾ പറയുള്ള പച്ച കാഫറാണെന്ന് പറയും. അപ്പൊ ഞങ്ങളെന്ത്? നമ്മളെ ഖിബലയിലേക്ക് ആരെങ്കിലും തിരിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് തിരിഞ്ഞിക്കണേ? നിങ്ങൾക്ക് അതിന്റെ അർത്ഥം തിരിഞ്ഞോ? അതന്നെയാണ് ഈ പ്രശ്നം. നിങ്ങൾ ലഫ്ള് അർത്ഥം നോക്കിയിട്ടേ, വാക്കിന്റെ പച്ച അർത്ഥം നോക്കിയിട്ട് സംഗതി മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവിടെ നിങ്ങൾ കുടുങ്ങുകയാണ്. നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞത്? നമ്മളെ ഖിബലയിലേക്ക് ആരെങ്കിലും തിരിഞ്ഞു നിസ്കരിച്ചാൽ അവരെ നമ്മൾ കാഫിറാക്കൂല. ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഒരു പ്രവാചകനാണെന്ന് വാദിച്ചിട്ട് ഒരാളുണ്ട് വരികയാണ്. അയാൾ നമ്മളെ ഖിബലയിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കണം. എത്ര ആൾക്കാർ അങ്ങനെ വന്നു? മുസൈലിമത്തുൽ കദ്ദാബ് വന്നില്ലേനോ? അല്ലെ? അസ്വദുൽ അനസി വന്നിട്ടില്ലേനോ? അങ്ങനെ കള്ളപ്രവാചകന്മാരെ ആരൊക്കെ വന്നു? ഇനി ആർക്കും വരാലോ. ഖാദിയാനി വന്നില്ലേ? ഇനി ആർക്കും വരാലോ. അങ്ങനെ വരുന്ന ആള് നമ്മുടെ ഖിബലയിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ നിങ്ങൾ തുടർന്ന് നിസ്കരിക്കുമല്ലേ? മുസ്തഫാനോട് ആ ചോദ്യം മറുപടി ഉണ്ടെങ്കിൽ പറയും. ഞാൻ മൈക്കൂട്ടും. ചോദ്യം നീട്ടിപ്പരത്തല്. രണ്ട് വിഷയങ്ങളാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. ഒന്ന്, മുജാഹിദ് സുന്നികളെ കുറിച്ച് എന്താണ് കൽപ്പിക്കുന്നത് എന്നുള്ളത്. മുജാഹിദിനെ കുറിച്ച് സുന്നികൾ എന്താ ഓല അർത്ഥം? നിങ്ങൾ കുറെ നേരം ഇപ്പൊ പറഞ്ഞതാണല്ലോ, ഓല അർത്ഥം തിന്നാൻ പാടുണ്ടോ, ഞങ്ങൾ അർത്ഥം മുങ്ങി പോരുന്നില്ല, മറ്റേ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, മുജാഹിദീങ്ങൾ സുന്നികളെ കുറിച്ച് കൊണ്ട് വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഉച്ചരിക്കുകയും നമ്മുടെ കിബിലയിലേക്ക് നമസ്കരിക്കുകയും അതാദ്യം സംസാരിക്കുക, എന്നിട്ട് നമുക്ക് മറ്റിലേക്ക് പോവുക, എന്നിട്ട് നമ്മൾ അടുത്തത് ഭക്ഷിക്കുകയും ചെയ്താൽ അവരെ നമ്മൾ പ്രത്യക്ഷത്തിൽ മുസ്ലിം ആയിക്കൊണ്ട് അംഗീകരിക്കണം. അവര് ഹറാമ് ചെയ്താൽ ഹറാം എന്ന് പറയും, സിർക്ക് ചെയ്താൽ അത് സിർക്കാണെന്ന് പറയും. ഇത് മുജാഹിദിന്റെ രീതിയാണ്. അവരെ ഞങ്ങൾ തുടർന്ന് നമസ്കരിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്, അവരോട് സലാം പറയുന്നുണ്ട്, ഇവിടെയും പറയുന്നുണ്ട്. അത് ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ഞങ്ങൾ ഞങ്ങളുടെ മര്യാദ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ മര്യാദ കാത്തു സൂക്ഷിക്കണം മുജാഹിദിനോടാണ് എന്റെ ചോദ്യം. നീ ശരിക്കും ശ്രദ്ധിച്ചോ? നീ ഇതിന് മറുപടി പറയും. മുജാഹിദിന്റെ രീതി ഇപ്പൊ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇത് നമ്മൾ അർത്ഥത് ഭക്ഷിക്കുകയും നമ്മുടെ ഖിബലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയും എന്ന് മാത്രമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്.
എന്റെ ഒരു ചോദ്യം വന്നപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കൂട്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ള പറയുകയും ചെയ്യുന്ന ആളുകൾ അറുത്താൽ നമ്മൾ ഭക്ഷിക്കും, അവരെ നമ്മൾ തുടർന്ന് നിസ്കരിക്കും. ഇതാണ് മുജാഹിദിന്റെ രീതി അല്ലെ സുഹൃത്തുക്കളെ? ഇതല്ലേ ഇപ്പൊ ഇയാള് പറഞ്ഞ്, ഇതല്ലേ ഇപ്പൊ മുസ്തഫ പറഞ്ഞ് അല്ലേ? ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടൊന്നുമില്ലല്ലോ, ഇല്ല. എന്നാൽ ആ മുജാഹിദിന് വലിയ മര്യാദ ഉള്ള മുജാഹിദ് ഉണ്ടല്ലോ, ആ മുജാഹിദിനോട് ചോദിക്കുകയാണ്, ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ള പറയുന്നുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചോ, ഖിബിലയിലേക്ക്, നമ്മുടെ ഖിബിലയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ അർത്ഥം അയാൾ ഭക്ഷിക്കുന്നുണ്ട്, പക്ഷെ അയാൾ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം വേറെ ഒരു പ്രവാചകൻ ഉണ്ട് എന്നാണ്, ഇയാൾ നിങ്ങൾ തുടർന്ന് നിസ്കരിക്കോന്ന്. മുസ്തഫ കേട്ടോ? ഏയ് നീ കേൾക്കാതൊക്കെയല്ലേ മുസ്തഫ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഈ വിഷയം രണ്ടെണ്ണം ഉണ്ട്, നമുക്ക് പലതും ചർച്ച ചെയ്യാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്നിട്ട് പോണ്ട. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഞാൻ ചോദ്യം ചെയ്യണം. നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? നമ്മുടെ ഖിബലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയും നമ്മൾ അർത്ഥത് ഭക്ഷിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ തുടർന്ന് നിസ്കരിക്കും, ഓല അർത്ഥം ഞങ്ങൾ ഭക്ഷിക്കും. കണ്ടോ, ഓല ഞങ്ങൾ മുസ്ലിമീങ്ങളായി കാണുന്ന. അപ്പൊ എന്റെ ചോദ്യം, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, അയാൾ നമ്മളെ ഖിബലയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ അർത്ഥം അയാൾ ഭക്ഷിക്കുന്നുണ്ട്, പക്ഷെ അയാളുടെ വിശ്വാസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം മറ്റൊരു നബിയുണ്ട് എന്നാണ്. ഇയാൾ അർത്ഥാൽ നിങ്ങൾ ഭക്ഷിക്കുവോ, അയാൾ നിങ്ങൾ തുടർന്ന് നിസ്കരിക്കുവോ? അതാണ് എന്റെ ചോദ്യം. ഇതന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത് കേട്ടോ. അതൊക്കെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന കൂട്ടിയതേ ഉള്ളൂ നിങ്ങൾ. അപ്പൊ എന്റെ ചോദ്യത്തിൽ ഞാൻ അതും കൂട്ടി, അത്രേ ഉള്ളൂ. അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയും, ഞാൻ മൈക്ക് കൂട്ടും. അതിന് മറുപടി ഇല്ലാഞ്ഞിട്ടോ അതിന് മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടോ അല്ല, കളത്തുനിന്ന് പുറത്തേക്കാണ് ചാടുകയാണ് നിങ്ങളെ. അതുകൊണ്ടാണ് അതിന് മറുപടി പറയുന്നത്. ഇവിടെ ഞാനും നിങ്ങളുമായിട്ടൊരു ചർച്ച ഉണ്ടല്ലോ, നിങ്ങളുടെ ആദർശങ്ങൾ പറയണ, എന്റെ ആദർശം ഞാൻ പറയാം, അതിലേക്ക് നിങ്ങൾ വേറൊന്ന് കൂട്ടിക്കിടത്തുകയാണ്, നിങ്ങളതാണ് വിടുകയാണ് ചെയ്യുന്നത്. ഇഞ്ചത് ഞാൻ തുറന്നത് പറഞ്ഞു, അതേമാതിരി നിങ്ങളത് തുറന്നത് പറയും. എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കും ഞങ്ങളുടെ ആദർശം ഇന്നതാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നത് മുജാഹിദിനെ കുറിച്ച് ഇന്നതാണ്, ഓല അർത്ഥം തിന്നാൻ പാടില്ല, ഓലത് ഭക്ഷിക്കാൻ പാടില്ല, ഓല കുട്ടികളെ കല്യാണം കഴിക്കാൻ പാടില്ല, തുറന്നത് പറയണം. അത് 10 മിനിറ്റ് പുറപ്പെടുവിക്കണം. നിങ്ങളെ AP സുന്നിയാളൻ പുറപ്പെടുവിക്കട്ടെ. ഞങ്ങൾ പുറപ്പെടുവിച്ച എന്താകുക? ഞങ്ങൾ അകപ്പെടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ പുറപ്പെടിച്ച പകരം ഉണ്ടാവും. എന്റെ ചോദ്യം വന്നപ്പോ നിങ്ങളേക്കില്ലേ ഒന്നുകൂടി കൂട്ടി, എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് മൂത്ത തങ്ങൾക്ക് ശേഷം മറ്റു എന്ന് ഇയാൾ അർത്ഥങ്ങൾ തിന്നോ, അയാളങ്ങൾ തുടർന്ന് നിസ്കരിക്കോ, അയാൾ
മുസ്ലിമായി അംഗീകരിക്കുവോ? ഇതാ ചോദ്യം. അംഗീകരിക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇപ്പൊ തന്നെ ഇത്രല്ലേ ഉള്ളൂ, എട്ടുകാലി വല പോലെ കഥ. അതാ ഞാൻ ചോദിക്കാം. ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പറയും. ഇത് കളത്തിന്റെ പുറത്തല്ല, അംഗീകരിക്കോ? ഇതാണ് എന്റെ ചോദ്യം. മറുപടി ഉണ്ടെങ്കിൽ പറയാം. ഗോളി വന്നാണല്ലോ പന്ത് പിടിക്കാൻ. ഒന്ന് പിടിക്കണ കാണട്ടെ, മൈക്കെടുക്കി. ആ ഗോളിയും പോയോ? പാവം. ഇപ്പൊ പോസ്റ്റ് പിന്നെ ഒറ്റക്കായി കേട്ടാ. ആദ്യം വേറൊരു ഗോളി മതി. ആ ഗോളി പോയി. എന്നിട്ടാണ് മുസ്തഫ താഴെ കിടന്ന് നിങ്ങളെ വിലപിച്ചിന്ന്. എന്ത് ഗോളില്ലാത്ത പോസ്റ്റ് അടിക്കാൻ നല്ല സുഖം ഉണ്ടാവുന്നു. അങ്ങനെ ഗോളി വന്നതാണ്. രണ്ടാമത് മുസ്തഫ